ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ചില തിരുവെഴുത്തുകൾ വായിച്ച് സഹായിക്കണം. ചുമതലപ്പെട്ടവരാരേലും ഉണ്ടെങ്കിൽ മൈക്ക് കൂടെ വായിക്കുന്നതായിരിക്കും ഉചിതം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 39 വരെയുള്ള തിരുവെഴുത്തുകൾ വായിച്ച് സഹായിക്കണം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾ ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്കാവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിൽ നിന്ന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. മഹത്വവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. ശബ്ദപരിധിയിൽ ശ്രമിക്കുന്ന ഏവർക്കും അനുഗ്രഹമാക്കണം. എളിയവൻ്റെ മേലും ഇന്ന് രാത്രി കൃപ ചൊരിയണം. ദൂരസ്ഥലങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ ഓൺലൈനിലുണ്ട്, അവർക്കും അനുഗ്രഹമാക്കണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വായിച്ച തിരുവെഴുത്ത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 39 വരെയുള്ള തിരുവെഴുത്തുകളാണ്. ദൈവമക്കളായ പ്രിയപ്പെട്ടവർക്ക് ഈ ഭാഗങ്ങളെല്ലാം അറിവുള്ളതാണ്. ചിലർക്ക് ഇതിലെ ഒട്ടുമിക്ക വാക്യങ്ങളും മനഃപ്പാഠവുമാണ്. കഴിഞ്ഞ 2-3 ദിനങ്ങളിൽ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ കൂടി ഇവിടെ കൂടപ്പെട്ടവരോട് ദേശത്തോട് ദൈവം വചനത്തിൽ കൂടി ഇടപെട്ടു. ഈ രാത്രിയിലും അവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടി ഇടപെടേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട റോബർട്ട് പാസ്റ്റർക്കും കുടുംബത്തിനും കൂട്ടപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, ഈ ഗ്രൗണ്ടിലും സമീപ സ്ഥലത്തും ഇരുന്ന് ഇന്ന് രാത്രി വളരെ താല്പര്യത്തോടെ വചനം കേൾക്കുവാൻ ശ്രദ്ധിക്കുവാൻ കടന്നു വന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, ദേശനിവാസികൾ, സമീപവാസികൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെഴുത്തുകൾ ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിക്കണം, തെറ്റാതെ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾ ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. മതി. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്.
3 10 സ്നാനം 3:30 വേല ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. 3 10 സ്നാനം 3:30 വേല ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. പാരിൽ പലതരം വേലകൾ ചെയ്തു താൻ ഭൂതപിശാചിൻ തലയെ തകർത്ത പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ. വെള്ളോടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 39 വരെയുള്ള തിരുവെഴുത്തുകളാണ് തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഇന്ന് രാത്രി ഈ വചനത്തെ അടിസ്ഥാനമാക്കി ശാന്തമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈ കണ്ണികയ്ക്കകത്ത് പ്രധാനമായിട്ട് ദൈവജനം അല്ലെങ്കിൽ നാം 3 കാലങ്ങളെ ഓർക്കണം എന്ന് പ്രധാനമായിട്ട് ആ ഭാഗം പഠിക്കുമ്പോൾ ബോധ്യപ്പെടും. 3 കാലം. 1 പൂർവകാലം, 2 വർത്തമാനകാലം, 3 നമ്മുടെ ഭാവി കാലം. ഇന്ന് രാത്രി ആ നിലയിൽ നമുക്ക് ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. ഇത് അറിയാത്ത ചില ആൾക്കാരുണ്ട്. വേദപുസ്തകം എന്തുവാന്ന് പോലും അറിയാൻ മേലാത്ത ആൾക്കാർ ഉണ്ട്. അപ്പൊ അവരുടെ അറിവിന് 1-2 കാര്യങ്ങൾ പറയാം. ഈ പുസ്തകം, ഇതിൻ്റെ പേര് സത്യവേദ പുസ്തകം. പേര് കേൾക്കുമ്പോൾ അറിയാം ഇതിനകത്ത് കാര്യമെല്ലാം സത്യമാണ്. വേറെ ധാരാളം പുസ്തകമുണ്ട്, അതിനങ്ങനെ പേരില്ല. സത്യവേദ പുസ്തകമെന്ന് ഇതിന് മാത്രമേ പേരുള്ളൂ. മറ്റേതൊക്കെ ഇഷ്ടം പോലെ പുസ്തകമുണ്ട്. ഇതിൻ്റെ പേരാ സത്യവേദ പുസ്തകം. ഇനിയിപ്പം നമ്മളിത് പറയുമ്പം ഇനി ചില ആൾക്കാർ വേറെ പുസ്തകത്തിനും അങ്ങനെ സത്യമെന്ന് കൊടുക്കും. അതൊന്നും സത്യം ആകാൻ സാധ്യതയില്ല. ഈ ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമെല്ലാം സത്യമായ കാര്യമാണ്. ആകാശവും ഭൂമിയും ഒക്കെ മാറിപ്പോയാലും ഇതിനകത്തെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല. ഈ പുസ്തകം നിങ്ങൾക്കറിയാം, അറിയാത്തവരുടെ അറിവിനായി പറഞ്ഞ 66 പുസ്തകങ്ങൾ കൂടുന്ന മഹത്തായ പുസ്തകമാണ്. ആരംഭ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം, അങ്ങനെ മൊത്തം 66 പുസ്തകം. പ്രാരംഭത്തിലെ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയും. അല്ല, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യാം പുസ്തകം, സംഖ്യാം പുസ്തകം, ആവർത്തന പുസ്തകം, 5 പുസ്തകങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ.
പിന്നീട് ചരിത്ര പുസ്തകങ്ങളാ. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങൾ. പിന്നീട് സംഗീത പുസ്തകങ്ങളാ. യോബിന്റെ പുസ്തകവും സങ്കീർത്തന പുസ്തകങ്ങളും അതുപോലെ തന്നെ ഉത്തമഗീതങ്ങളുടെ പുസ്തകം, ഇതെല്ലാം സംഗീത പുസ്തകങ്ങളായിട്ട് പഠിക്കുന്നു. പിന്നീട് പ്രവചന പുസ്തകങ്ങളാ. യെശയ്യാ പ്രവാചകൻ മുതൽ മലാക്കി പ്രവാചകൻ വരെ പ്രവചന പുസ്തകങ്ങൾ. ഇങ്ങനെയാണ് പഴയ നിയമം എന്ന പുസ്തകങ്ങൾ തീരുന്നത്. ഇത് രണ്ട് നിയമങ്ങളാ, പഴയ നിയമവും പുതിയ നിയമവും. ഇതിപ്പം പെന്തിക്കോസുകാരോടല്ല ഞാനിപ്പോൾ പറയുന്നത്. പെന്തിക്കോസുകാര് ഈ പുസ്തകമെല്ലാം നന്നായിട്ട് അറിയാം. ഇനിയും പുതിയ പുസ്തകം കൂടെ എഴുതാൻ തയ്യാറായിട്ടാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം ഇതൊന്നും അല്ല പുസ്തകം, വേറെ എൻ്റെ കുറച്ച് പുസ്തകം ഉണ്ട്. അപ്പം ആ പരുവത്തിലാണ് നിങ്ങളിരിക്കുന്നത്. അപ്പം നിങ്ങളോടല്ല ഇപ്പം പറയുന്നത്, അറിയാത്ത ആരെങ്കിലും ഉണ്ടേ അവർക്ക് വേണ്ടിയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രാരംഭത്തിൽ 4 സുവിശേഷ പുസ്തകങ്ങളാണ്. ഒരു ക്രമീകരണം ചെയ്യാം മക്കൾ, നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. എൻ്റെ കൊച്ചു നോക്കിയിരിക്കും. എഴുന്നേക്കാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? നിങ്ങൾ ഈ സൈഡിലുള്ളവരെല്ലാവരും എഴുന്നേക്കാൻ. അയ്യോ ദൈവദാസന്മാരൊക്കെ ഉണ്ട്, ക്ഷമിക്കണേ. ഒന്ന് എഴുന്നേറ്റേച്ച് ആ കസേരയായിട്ട് മുന്നോട്ട് വാ. അതിനാ നിങ്ങളും എഴുന്നേറ്റിച്ച് കസേരയായിട്ട് പുറകിൽ ആൾ വരുന്ന അവർക്ക് ഇരിക്കണം. വർത്താനം പറയാതെ കസേരയായിട്ട് മുന്നോട്ട് വന്നാൽ മതി. അത് ഞാൻ പരുവത്തിനാക്കാം. പിന്നെ ഇരിക്കരുത്. നിങ്ങളുടെ മുന്നിൽ കസേരയൊന്നും ഫ്രീ ആയിട്ടിടരുത്. മുന്നോട്ട് കയറിയിരിക്കും. മുന്നിൽ കസേര കിടപ്പുണ്ടേ പിന്നെ എഴുന്നേറ്റ് മുന്നോട്ട് വരേണ്ടി വരും. അപ്പം അത് പിന്നെയും രണ്ടാമത് പേത്താൻ കീച്ചരുത്. മുന്നിൽ ഇരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അങ്ങ് ഇനി ഇരിക്കുകയാന്നല്ലോ 10 മണി വരെ. അവിടെ നിൽക്കേ. മുന്നിൽ കസാര ഒന്ന് നീച്ചോടെ ആരങ്ങ് അനുസരിക്കുക. മുന്നിൽ കസാര ഒന്നും കിടക്കരുത്, മുന്നോട്ട് കയറിയിരിക്കണം. മുന്നിൽ കസാര ഉണ്ട് പിന്നെയും കയറ്റി ഇരുത്തും. കസാര നിരക്കരുത്, പൊടി പറക്കും. മുന്നിൽ കസാര ഇല്ലെങ്കിൽ ഇരുന്നു. മുന്നിൽ കസാര ഉണ്ട് അതിലോട്ട് കയറിയിരിക്കണം. മുന്നിൽ കസാര ഫ്രീ ആയിട്ടുണ്ട് അതിലോട്ട് കയറിയിരിക്കണം, അല്ലേ പിന്നെ എഴുന്നേക്കേണ്ടി വരും. അതിന് മെനക്കേട് ഒപ്പിക്കരുത്. ആണ്ടാ കൊച്ചു മുന്നോട്ട് കയറിയിരിക്കും. വച്ചേ എഴുന്നേക്ക്, മുന്നോട്ടിലെ കസാരയിലോട്ട് കയറിയിരിക്കും. ഇങ്ങോട്ട് കയറിയിരിക്കും. മുന്നിൽ ഒരു കസാര പോലും വെറുതെ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും കയറ്റി ഇരുത്തേണ്ടി വരും. അതുകൊണ്ടാണ് കൂടെ ഡ്രില്ല് കളിക്കാൻ നേരമില്ല. അമ്മ നിന്ന് കറങ്ങാതെ അവിടെ ഇരിക്കേ. കയറി ഇരിക്കേ. അങ്ങനെ ഇട്ടാ ഉരുണ്ട് വീണാ എന്നെ അഴിയും. ചരിഞ്ഞു കിടക്കുകയാണ്. നേരം ജോബിന് വിട്. എല്ലാവരും ഇരുന്നോ? വർത്താനം പറയരുത്. ഇരുന്നേ എല്ലാവരും. നിങ്ങളുടെ അനുസരണത്തിനും സഹകരണത്തിനും എല്ലാം നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം അനുഗ്രഹം പ്രാപിക്കും എന്നുള്ളത് ഉറപ്പായി. അനുസരിക്കുന്നതുകൊണ്ടേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീൻ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയും. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തനാക്കിടും. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുക.
പാപങ്ങളാകവെ മോചിച്ചിടും, നിന്നെ സ്വതന്ത്രമാക്കിയിടും. പാടിയില്ലെന്നേ ഉള്ളു, കുഴക്കരുതേ. രക്ഷകനേജുമിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലേക്ക് ഇന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേജുമിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലേക്ക് ഇന്നവൻ എഴുന്നള്ളിയിടട്ടെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ പുതിയ നിയമത്തിലെ പ്രാരംഭ പുസ്തകങ്ങൾ സുവിശേഷ പുസ്തകങ്ങളാണ്. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. എന്തുവാ ഈ സുവിശേഷം? മതം മാറ്റുന്ന പരിപാടിയല്ല. ആളെ കൂട്ടി പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം ഉണ്ടാക്കി പോകുന്ന പരിപാടിയല്ല. തത്വ സംഹിതകളും തത്വജ്ഞാനങ്ങളും വിളമ്പുന്ന പരിപാടിയല്ല. വേണ്ട, വാക്കുകൾ കൊണ്ട് പ്രാസം ഒപ്പിച്ച് അമ്മാനുമാടുകയും ജനത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല സുവിശേഷം. ഈ വാദ്യ ഉപകരണങ്ങളെല്ലാം കൂടെ ഓളിയം കൂട്ടി അടിച്ച് പെരുക്കി സമനില തെറ്റി അടിക്കുന്നതല്ല. നമുക്ക് ലഭിച്ചതായ അറിവെല്ലാം കൂടെ വെച്ച് വിളമ്പുന്നതുമല്ല. സുവിശേഷമെന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റേരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന ദൈവപുത്രനായ ക്രിസ്തു. അവിടുന്ന് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് സുവിശേഷം. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ ആളല്ല. അവിടെ മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. ഏത് വ്യക്തിക്കും അവിടുത്തെ അനുഗമിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ആർക്കും ഏത് സമയത്തും എവിടെ വെച്ചും അവിടുത്തെ അടുക്കൽ വരാം. ഇന്ന ആൾക്കാരെ വരാവൂ, ഇന്ന ആൾക്കാർ വരരുത്, ഇന്ന ആൾക്കാർ ഇന്ന ദിവസമേ വരാവൂ, അല്ലാത്തവരാരും വേറെ ദിവസം ഇങ്ങോട്ട് ചാടിക്കയറി വരരുത്. രാവിലെ ഞാൻ ദർശനം തരുവുള്ളൂ, വൈകുന്നേരം വന്നാൽ എന്നെ കാണുകയില്ല. പിന്നെ കാണാൻ വരുമ്പം കുറച്ച് സാധനമെല്ലാം കൂടെ കൊണ്ടുവരണം, അതൊന്നുമില്ല. ആർക്കും യേശുവിൻ്റെ അടുക്ക വരാം, ഏത് സമയത്തും വരാം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരാം, പ്രായമുള്ള അമ്മയ്ക്ക് വരാം, പിതാക്കന്മാർക്ക് വരാം, യൗവനക്കാരത്തിക്ക് വരാം, യുവാക്കൾക്ക് വരാം. ഏത് സമയത്തും ആർക്കും യേശുവിൻ്റെ അടുക്ക വരാം. ഇതുപോലെ വെള്ള വസ്ത്രം ആണെങ്കിൽ അങ്ങനെ വരാം, കറുത്തതാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ വരാം. മഞ്ഞ വസ്ത്രമാണ്, അത് കൊടുത്തുകൊണ്ട് വരാം. നീലയാ, അങ്ങനെയും വരാം. ഉടുക്കണമെന്നേ ഉള്ളൂ, പരുവക്കേടിന് കയറി വരരുത്. അപ്പോൾ ആർക്കും യേശുവിൻ്റെ അടുക്ക വരാം. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ, ഒരു മതത്തിന്റെ, ഒരു സംഘടനയുടെ, ഒരു സമൂഹത്തിന്റെ ദൈവമല്ല. അവിടുന്ന് മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ ആരാധിക്കുകയും സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം. യേശു എന്നാ വിളിക്കുന്ന, കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, അതാണ് സുവിശേഷം. ഈ സുവിശേഷം പൗലോസ് പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. അതാകുന്നു സുവിശേഷം. സുവിശേഷത്തെ തകർക്കുവാനും നശിപ്പിക്കുവാനുമൊക്കെ അനേകർ രംഗത്ത് വന്നു. അവരുടെ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതല്ലാതെ സുവിശേഷത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല, വരത്തുമില്ല. അതിൻ്റെ ഒരു കാരണം പറയാം, ഇത് ചത്തടിഞ്ഞ മാർഗമല്ല, ഒരു ഉയർത്തു ജീവിക്കുന്ന മാർഗമാണ്. മരിച്ച് മണ്ണോട് ചേർന്ന് മാഞ്ഞു പോയ ദൈവമല്ല, ഇന്നും അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്.
അതുകൊണ്ടാണ് ഇത് ഇന്നും വളരെ ശക്തിയോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ബൈബിള് കത്തിക്കാൻ പരിശ്രമിച്ചവരുണ്ട്, ബൈബിള് പിടിച്ചോണ്ട് നടന്നവരെ തല്ലി പദം വരുത്തിയ സംഭവങ്ങളുണ്ട്, പ്രാർത്ഥനാ കൂട്ടത്തിൽ ഇടിച്ചു കയറി ചെന്ന് ഇടിച്ച ആൾക്കാരുണ്ട്. ഇത് പീഡകൾ വർദ്ധിക്കും തോറും ഇത് വർദ്ധിച്ചു വരികയുള്ളൂ. കാരണം ഇത് ഉയർത്ത മാർഗമാണ്. സുവിശേഷം എവിടെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്. സുവിശേഷം ആരെ അനുസരിച്ച് അംഗീകരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സുവിശേഷം ഒരു വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ മുഖഛായ മാറിയിട്ടുണ്ട്. സുവിശേഷം ഒരു ദേശത്തെ ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ദേശത്തിന്റെ പ്രകൃതി മാറിയിട്ടുണ്ട്. ഇത് സുവിശേഷത്തെ കൊണ്ട് മാത്രമേ ഒക്കൂ. പോലീസിന്റെ ലാത്തി കൊണ്ടൊന്നും മാനസാന്തരം വരുത്താൻ ഒക്കുകയല്ല. എന്നാലും ഇടിക്കുമ്പം വേണേ കൊള്ളും, അല്ല പിന്നെ രക്ഷയില്ല. നല്ല ഇടിയും ലാത്തിക്ക് താങ്ങുമൊക്കെ താങ്ങുമ്പോൾ കൊണ്ടേ ഒക്കുള്ളൂ. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഒക്കത്തില്ല. പണ്ട് അതേസമയം റിട്ടയർഡ് ആയി കഴിയുമ്പോൾ നീ കലിങ്കിൻ്റെ അവിടെ വരും, പിള്ളേർ തന്നെ പിടികൂടും. കൊള്ളാം. റിട്ടയർഡ് ആയി കഴിയുമ്പോൾ പമ്മി നീ സന്ധ്യയാകുമ്പം കലിങ്കിൻ്റെ അവിടെ വന്ന് ഇരിക്കും, കൊച്ചുങ്ങൾ നിന്നെ ഏറ്റുകയും ചെയ്യും. അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ പോലീസിന്റെ ലാത്തിക്ക് മനുഷ്യന് രൂപാന്തരം വരുത്താൻ ഒക്കത്തില്ല. ഗുണ്ടായുസം കൊണ്ടോ മറ്റേ പ്രത്യേക ശാസ്ത്രങ്ങൾ കൊണ്ടൊന്നും മാനസാന്തരം വരുത്താൻ ഒക്കത്തില്ല. മാനസാന്തരവും രൂപാന്തരവും വരുത്തുവാൻ കഴിവുള്ളത് സുവിശേഷത്തിനാണ്. ആ സുവിശേഷം എവിടെയൊക്കെ ഉയർത്തിയിട്ടുണ്ടോ അവിടെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് ഇതുപോലെയുള്ള ഈ റോഡിൽ കൂടെ മനുഷ്യർക്ക് നടക്കാനൊക്കത്തില്ല. എല്ലാവർക്കും, പട്ടിക്കും പന്നിക്കും എല്ലാം യഥേഷ്ടം ഇതിലേ കൂടെ പോകാം. പക്ഷെ മനുഷ്യന് പോകാനൊക്കത്തില്ല. അയിത്തമുള്ള കാലമാണ്. വലിയ വലിയ പുള്ളിക്കാർ നടന്നു വരുമ്പോൾ ഓടി ഒളിക്കണം. ഒന്നേ കാട്ടിനകത്ത് പോവുകയോ വള്ളക്കകത്ത് ചാടുകയോ ഓടി ഒളിക്കുകയൊക്കെ ചെയ്യണം. അവിടെ നിന്ന് അവർ നല്ല താങ്ങും. ഇപ്പോൾ ഒക്കത്തില്ല. നേരത്തെ പള്ളിക്കുടുത്തി കയറ്റുകയല്ല. ഇതുപോലെ വെള്ളവസ്ത്രം ഒന്നും ധരിച്ചുകൊണ്ട് എല്ലാവർക്കും നടക്കാനൊക്കത്തില്ല. സ്ത്രീകൾക്ക് ആഭരണം ധരിക്കാൻ എല്ലാവർക്കും അനുവാദം തരത്തില്ല. അഥവാ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ കല്ലുകൊണ്ട് കല്ലുമാല. നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും മാറുമറയ്ക്കാൻ അനുവദിക്കത്തില്ലായിരുന്നു. അതുപോലെ അവയവങ്ങൾക്ക് കരം കൊടുക്കണമായിരുന്നു. ഒരമ്മയുടെ അടുക്കല് കരത്തിന് ചെന്നപ്പോൾ കരം കൊടുക്കാൻ കാശില്ല. അമ്മ ആ അവയവം കണ്ടിച്ച് ഇട്ടുകൊടുത്തെന്ന ആ സ്ഥലത്തിന് ഇപ്പോഴും ആ പേരാ ആ സ്ഥലം അറിയപ്പെടുന്നത്. ആശുപത്രികളിൽ കയറി ചെല്ലാനൊക്കത്തില്ല, അയിത്തമുണ്ട്. 4 ആൾ കൂടുന്ന കവലയിലും മുക്കിലും ഒന്നും ചെന്ന് നിൽക്കാനൊക്കത്തില്ല. അടിമച്ചന്തകളുണ്ട്. അപ്പനെയും അമ്മയെയും മക്കളെയും തമ്പുരാക്കന്മാര് അടിമച്ചന്തയെ കൊണ്ട് നടത്തും. അപ്പോൾ ഇവരെ വിലയ്ക്ക് വാങ്ങാൻ വരുന്നവർ ചിലപ്പം അപ്പനെ ഇഷ്ടപ്പെട്ടാൽ അപ്പൻ്റെ കാശ് കൊടുത്ത് ചങ്ങപ്പനെ കൊണ്ടുപോകും. തള്ളയും പിള്ളേർ നോക്കി നിൽക്കുക, മിണ്ടാനൊക്കത്തില്ല. ചിലർക്ക് അമ്മയെ ഇഷ്ടപ്പെട്ട് കാണും, അമ്മയെ പിടിച്ചോണ്ട് പോകും കാശ് കൊടുത്ത്. കൊച്ചുങ്ങളും ഭർത്താവും നോക്കി നിൽക്കുക, മിണ്ടാനൊക്കത്തില്ല. അടിമ കച്ചവടമാണ്. ചിലടത്ത് അമ്മയെയും ഇളയ പിള്ളേര് മുല കുടിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവരെ ചിലര് അല്പം കൂടെ കരുണ തോന്നി ആ മുല കുടിക്കുന്ന കുഞ്ഞിനെ കൂടെ എടുത്തോളാൻ പറയും. ബാക്കി ചെറിയ കൊച്ചുങ്ങളുണ്ടെങ്കിൽ അവരെ വേണ്ട. ഏറ്റവും ഇളയ കുഞ്ഞിനെ അമ്മയും വിലയ്ക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റു കുഞ്ഞുങ്ങളും മറ്റു പിതാവും ഒക്കെ ഒന്നും നിസ്സഹായാവസ്ഥയോട് ഇങ്ങനെ നോക്കി നിൽക്കുക, മിണ്ടാനൊക്കത്തില്ല. മിണ്ടിയ പെടലി കാണുകയല്ല. ഇങ്ങനെയുള്ള വല്ലാത്തൊരു കാലം ഈ കേരളത്തിലുണ്ടായിരുന്നു, മറ്റു സ്ഥലങ്ങളിലും എല്ലായിടങ്ങളിലും.
ഒന്നിച്ച് ഭക്ഷണം കഴിക്കത്തില്ല, ഒന്നിച്ചൊരു പന്തിയിലിരിക്കത്തില്ല. ഇപ്പോഴും അങ്ങനെയുള്ള ചില രീതികളുള്ളവരുണ്ട്. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ എല്ലാവർക്കും കയറാൻ ഒക്കത്തില്ലല്ലോ. കയറുമെന്നൊക്കെ പറഞ്ഞ് വെളിയിൽ കൂടെ പാടി നടക്കുക ഒക്കത്തില്ല. ഒന്നിച്ച് പന്തിക്കിരിക്കാൻ ഒക്കുകയല്ല. അതൊക്കെ കണ്ടുകൊണ്ടാ നിങ്ങളെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, എൻ കുമാരനാശാൻ തോന്നക്കൽ. അപ്പൊ മഹാകവി കുമാരനാശാൻ ഇതെല്ലാം കണ്ട് ഒരു പുസ്തകം എഴുതി, ദുരവസ്ഥ. ഇതുകൂടെ ചേർത്ത മലബാറുകളെയൊക്കെ കൂടെ ചേർത്ത് ദുരവസ്ഥ, അവസ്ഥ കണ്ടെഴുതിയതാ. അതിനകത്ത് ചില പ്രയോഗങ്ങൾ ആശയം കൊണ്ട് അമ്മാനമാടിയ ആളാ. ആശാൻ പാടി, മറ്റുള്ളവർക്കായി ഉഴാനും നടാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റും ഈ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റ് കൃഷിപ്പണി ചെയ്യുവാനും. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ. ഭ്രാന്താലയം എന്നൊക്കെ വിളിച്ച ആൾക്കാരുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അപ്പൊ ഇതിനെല്ലാം മാറ്റം വന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തു ദർശനം പ്രാപിച്ച അനേകം മിഷനറിമാര് ഇവിടെ വന്നു. സായിപ്പന്മാരുടെ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്, സായിപ്പന്മാരെല്ലാം വന്ന് ഇവിടെ കനപ്പിച്ചെന്ന്. ഗുണം പിടിക്കാത്ത സായിപ്പന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിനെ സേവിച്ച അനേകം മിഷനറിമാർ ഇവിടെ വന്ന് അധസ്ഥിതരായ, അധകൃതരായ, താഴേക്കിടയിൽപ്പെട്ട മറ്റുള്ളവരെ വിടക്കം തണ്ണിയ ആൾക്കാരുടെ അടുക്ക ചെന്ന് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്തു. ഇങ്ങനൊരു പ്രയോഗമൊക്കെ ഉണ്ട്, സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്ന. ചേറിലും ചെളിയിലും കിടന്നവരെ പിടിച്ച് കയറ്റി കുളിപ്പിച്ച്, സോപ്പിട്ട് കുളിപ്പിച്ച്, പിന്നെ അവർക്ക് സൂപ്പ് കൊടുത്തു. ഭക്ഷണം കൊടുക്കുകയല്ലോ. പകൽ അന്തിയോളം പണിയെടുത്താലും വയറ് നിറച്ച് കൊടുക്കുകയല്ല. ഭക്ഷണം ചോദിച്ച് അങ്ങോട്ട് ചെല്ലാനും ഒക്കത്തില്ല. അഥവാ കൊടുത്താൽ, നിങ്ങൾക്ക് ചരിത്രം പഠിക്കുന്നവർക്കറിയാം, മുറ്റത്തൊക്കെ വലിയ കുഴിയെടുത്ത് ആ കുഴിയിലെ ഇല ഇങ്ങനെ മടക്കി കോട്ടി വെച്ച് അതിനകത്ത് കഞ്ഞി കൊടുക്കും. അതൊക്കെ അവിടെ ഇരുന്ന് കുടിക്കുകയോ എടുക്കുകയോ ചെയ്തോണ്ട് അങ്ങോട്ടൊന്നും ചെല്ലാൻ ഒക്കുകയല്ല. അയിത്തം. അപ്പൊ അങ്ങനെയുള്ള കാലത്ത് അവർക്ക് സോപ്പ് കൊടുത്ത് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി, സൂപ്പ് ഭക്ഷണം കൊടുത്ത്, പിന്നെ സാൽവേഷൻ രക്ഷയുടെ ദൂത്. അപ്പൊ ഇതെല്ലാം സാധ്യമായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ ഇതിന് മാറ്റം വരാനൊക്കൂ. ദൈവത്തിന് മഹത്വം. ആ സുവിശേഷമാണ് യേശുക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന, വിറയ്ക്കുന്ന നാമം. ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം. രോഗികൾ സൗഖ്യമാകുന്ന നാമം. മുടന്തര് നടക്കുന്ന, തുള്ളിച്ചാടുന്ന നാമം. ആമൻ. ഊമർക്ക് സംസാരശേഷി കൊടുക്കുന്ന പരിശുദ്ധ നാമം. ചെകിടർക്ക് കേൾവി കൊടുക്കുന്ന പരിശുദ്ധ നാമം. ആമൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമം. അതാണ് സുവിശേഷം. ആ സുവിശേഷ പുസ്തകങ്ങളാണ് പ്രാരംഭത്തിൽ പുതിയ നിയമത്തിലെ 4 പുസ്തകം: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ സുവിശേഷത്താൽ ആകൃഷ്ടരായി ഈ മാർഗത്തിൽ വന്ന അപ്പോസ്തോലന്മാർ ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ച് 12 പേരെ തിരഞ്ഞെടുത്തു. തന്നോടുകൂടെ ഇരിപ്പാനും, ഭൂതങ്ങളെ പുറത്താക്കുവാനും, രോഗികളുടെ മേൽ കൈവച്ച് അവർക്ക് സൗഖ്യം വരുത്തുവാനും, തിരുവചനം പ്രസ്താവിപ്പാൻ, പ്രസംഗിപ്പാൻ 12 പേരെ യേശു തിരഞ്ഞെടുത്തു. അപ്പോസ്തോലന്മാർ. ആ അപ്പോസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ. അതാണ് അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്താലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാലും അനേക സഭകൾ ഉടലെടുത്തു. ആ സഭ കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ വിശ്വസ്തരും വിശുദ്ധരുമായി വേർപാട് പാലിച്ച് ജീവിച്ച് ലോകത്തിന്റെ മാലിന്യങ്ങളൊന്നും ഏശാതെ, വാട്ടം, കറ, ചുളുക്കം, മാലിന്യം ഇതൊന്നും ഏശാതെ
ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി കർത്താവിന്റെ വരവിനായി ഒരുക്കിയെടുക്കുവാൻ എഴുതുന്നതാണ് ലേഖനങ്ങളല്ല. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. ഒടുവിലായിട്ട് ദൈവം തമ്പുരാൻ പണ്ട് ക്രമീകരിച്ചു വെച്ചതല്ല, മറച്ചു വെച്ച കാര്യങ്ങളല്ല മറനീക്കി വെളിപ്പെടുത്തി കൊടുത്ത ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണ് വേദപുസ്തകത്തിലെ 66 പുസ്തകം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത് പെന്തിക്കോസുകാരോടല്ല പറഞ്ഞ്, നിങ്ങൾക്കെല്ലാവരും നിങ്ങളിതെല്ലാം പഠിച്ചിരിക്കുക, നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയുക, എല്ലാം പഠിച്ചിരിക്കുക. അപ്പം നിങ്ങളോടല്ല ഇത് പറഞ്ഞത്, അറിയാത്ത ആരെങ്കിലും ഉണ്ട്, അല്ല നാട്ടുകാർ എന്തൊക്കെ ഇതുങ്ങളെല്ലാം കൂടെ കിടന്ന് ഈ അലപ്പറ ഉണ്ടാക്കുന്നു. ഇപ്പം പറഞ്ഞത് കലവിലയോ കോലാഹലം, അതാ ഇതുങ്ങളെല്ലാം കൂടെ കിടന്ന് എന്നതാണെന്നോ ഇതുങ്ങൾ കിടന്ന് അടിക്കുകയും ചാടുകയും അലറുകയും ചെയ്യുന്നത് തന്നെയാണെന്ന് ചിലക്ക് പിടികിട്ടുകയല്ല. അപ്പം അതിനാ ഇത് ശാന്തമായ അന്തരീക്ഷത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അയ്യോ, പിന്നെ ഈ കാശുമെല്ലാം മുടക്കി ഇത്രയും കുറവ് ഇത് ആൾക്കാർക്ക് മനസ്സിലായില്ല, എന്നാ ചെയ്യാനാ? മനസ്സിലാകണം. അതുകൊണ്ട് വളരെ ശാന്തമായിട്ട് ഇത് എന്തവാ, ഇത് എന്നതാ എന്ന് വളരെ ലളിതമായ ഭാഷയിൽ സ്തോത്രം. അതും ഞാൻ വളരെ ലളിതമായി മനസ്സിലായില്ലേ? പിന്നെ ഞാനിതിൻ്റെ മൂലഭാഷയെല്ലാം പറഞ്ഞ റബ്ബർ വെട്ടാൻ പോകുന്ന ബേബിയോട് എന്നാ പറയാനാ? സ്തോത്രം. ഇതിൻ്റെ ഹീബ്രു ഇങ്ങനെ, ഗ്രീക്ക് ഇങ്ങനെ, ഇതിൻ്റെ ലാറ്റിൻ ഇങ്ങനെ, അവനെ റബ്ബറും കത്തിയായിട്ട് കിടക്കുന്നവനാ. ഇത് ഞാൻ വളരെ മനസ്സിലാകുന്ന ഭാഷയിലായി പറയാണ്. അമ്മ മനസ്സിലായില്ലേ? എന്നിട്ടും മനസ്സിലായില്ലേ? മനസ്സിലാകണം. ഇത് എന്തുവാന്നും മനസ്സിലാകണ്ടായോ? ഇതാണ് സുവിശേഷം, യേശു ക്രിസ്തു. ആ സുവിശേഷമാണ് ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ ഉയർത്തപ്പെട്ടുകൊണ്ടിരുന്നത്. ആ സുവിശേഷത്താൽ ആകട്ടരായി വന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാൽ ഉളവായ സഭ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ഉളവായ സഭ കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ അവരെ ഗുണീകരണത്തിലും ശുദ്ധീകരണത്തിലും ക്രമീകരണത്തിലും നിലനിർത്താൻ എഴുതിയ ആത്മനിയോഗത്തോടെ എഴുതിയ ലേഖനം. അങ്ങനെയുള്ള ലേഖനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ആ എബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 39 വരെയുള്ള അമ്മ അവിടെ ഇരിക്കമ്മേ, എന്തുവാ അതിനെ അവിടെ ഇരുത്തി ഇനി വിടരുതേ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതാണ് ഈ ലേഖനം, എബ്രായ ലേഖനം. അത് അധികം വിവരിക്കുന്നില്ല. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന, എല്ലാവരിലും ഉന്നതനായ, മഹത്വമുള്ള, മഹിമയുള്ള നസറയനാകുന്ന യേശു ക്രിസ്തു, അവിടുന്നാണ് ശ്രേഷ്ഠൻ. ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത പൗലോസ് രേഖപ്പെടുത്തി. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു. യേശുക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു യോശുവായേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. ഏറ്റവും ശ്രേഷ്ഠനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള, മഹത്വമുള്ള നസറയനാകുന്ന യേശുക്രിസ്തു. മൽക്കീസദേക്കിനോട് ബന്ധപ്പെട്ട് പറഞ്ഞു വരുമ്പോൾ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഇവൻ എത്ര മഹാനെന്ന് നോക്കി. വേറൊരു ഭാഗത്തുണ്ട് സൂക്ഷിച്ചു നോക്കണം, വേറൊരു ഭാഗത്തുണ്ട് ശ്രദ്ധിച്ചു നോക്കണം. അപ്പോൾ യേശുവിനെ സൂക്ഷിച്ചു നോക്കണം, ശ്രദ്ധിച്ചു നോക്കണം, ഇവൻ എത്ര മഹാനെന്നും നോക്കണം. കാരണം കാണാൻ കൊള്ളാവുന്ന ആളാണ് യേശു. ആ മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറിക്കാൻ തോന്നുകയല്ല, അതിൽ എന്നെ കൊല്ലുമെന്നും പറഞ്ഞിരിക്കുകയല്ല, എൻ്റെ പടൽ ഞാനിപ്പം വെട്ടിക്കളയുന്നു അങ്ങനൊന്നുമല്ല. ആ മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറിക്കുകയല്ല, അതുപോലെ യേശു. എന്തോ പ്രഭാപൂരമാണ് അവിടുത്തെ മുഖം. പേരിശ്ശേരിയിലെ മത്തായി ചാൻ എഴുതിയൊരു പാട്ട് ഞാൻ എപ്പോഴും പാടുന്നതാ. ആ പാട്ടിന്റെ വരി ഇങ്ങനെ: കോടി സൂര്യപ്രഭയേറും രാജരാജ, നിന്റെ കൂടെ വരും ഞങ്ങളെ പാർക്കദേവാ.
നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കാദേവാ. കോട്ടി സൂര്യപ്രഭയേറും രാജരാജ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. അപ്പൊ അവിടുത്തെ മുഖത്തോട്ട് നോക്കിയിട്ട് കോടി സൂര്യപ്രഭ, ഭയങ്കര പ്രഭാമയനായ യേശു. ആ മുഖത്തേക്ക് നോക്കിയാൽ കണ്ണ് പറയ്ക്കത്തില്ല. അതുകൊണ്ടാണ് പുസ്തകത്തിലെ വാക്യം, പള്ളിയിലിരുന്ന എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ. സ്തോത്രം. കാണാൻ കൊള്ളാവുന്നവനായ യേശു. ആ ഒരു തലയും 2 കൈയും 2 കണ്ണും 2 കാലും ആ വടിവൊത്ത ശരീരവും മുഖത്തെ ആ പ്രഭയും അതെല്ലാം വളരെ യോഗ്യമായിട്ടായിരിക്കുന്നത്. സ്തോത്രം. അവിടുന്ന് ശ്രേഷ്ഠനാ, ഉന്നതനാ. അപ്പൊ ഒന്ന് കാണാൻ കൊള്ളാം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ അംഗപ്രത്യംഗ വർണ്ണന അലങ്കാര ഭാഷയിലാ. വായിക്കാമെങ്കിൽ വായിക്കേ. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് അലങ്കാര ഭാഷയിലാ കൊടുത്തിരിക്കുന്നത്. വായിച്ചു. അഞ്ചിന്റെ 10 മുതല്. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ. 10,000 പേര് അതിശ്രേഷ്ഠൻ. 10,000 പേരിലും അതിശ്രേഷ്ഠൻ. പിന്നെ അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. അതാ, നല്ല തലയാ. പിന്നെ അവന്റെ കുർനിരകൾ ചുവണ്ടും കാക്കയെ പോലെ കറുത്തും ഇരിക്കുന്നു. വായിക്കേ. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതും ആകുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നർന്ദങ്ങളുടെ വാരവും അവന്റെ അധരം താമരപ്പൂ പോലെയും ഇരിക്കുന്നു. അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടല്ലയോ അവിടുത്തെ വായിൽ നിന്ന് ലാവണ്യവാക്കുകളാ വരുന്നത്. അല്ലാതെ നിന്നെ കൊല്ലും, ചുട്ടുകളയും, കണ്ടിക്കും, ഇപ്പൊ തന്നെ നിന്റെ ഇടപാട് തീർക്കും, അങ്ങനൊന്നുമല്ല. വായിന്ന് ലാവണ്യവാക്കുകളാ. മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറക്കുകയല്ല, മുഖം നല്ല തേജസ്സാ. വായിന്ന് ലാവണ്യവാക്കും. തന്നെയല്ല, വളരെ എന്തോ നല്ല സംസാരമാണ്. ആ ശമരിയാക്കാരി സ്ത്രീയുമായിട്ട് സംഭാഷിക്കുമ്പോൾ എന്ത് ബഹുമാനത്തോടെ ആ സ്ത്രീയോട് യേശു ഇടപെട്ടത്. അവളുടെ മുൻകാല ചരിത്രമൊക്കെ നോക്കിയാൽ ആ രീതിയിൽ പലരും ഇടപെടുകയല്ല. പക്ഷെ യേശു എന്ത് സൗമ്യമായി, എന്ത് മാന്യമായി ആ സ്ത്രീയോട് ഇടപെട്ടത്. അതാ യേശു. അല്ല, നീ ഇങ്ങോട്ടെങ്ങാനും വരരുത്, ഞാൻ പരുവക്കേടാകും എന്നൊന്നും പറഞ്ഞല്ല. അവിടെ ഇടയ്ക്കലോട്ട് ചെന്ന് 2 പേര് സംസാരിച്ചു. അതാ യേശു. തന്നെയല്ല, തന്നെ ഒടുവിൽ പിടിക്കാൻ വന്ന ആ മഹാപുരോഹിതന്റെ ദാസൻ യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ വന്നപ്പോൾ കൂടെയുള്ള ഒരുത്തനെ വാളെടുത്ത് വെട്ടി. പെടലിക്ക് വെട്ടിയതാ, കാതാ മുറിഞ്ഞത്. അപ്പോൾ യേശു അവൻ്റെ അങ്ങേ ചെവിയും കൂടെ വെട്ടണമെന്നല്ല പറഞ്ഞത്. വെട്ടിയവനോട് പറഞ്ഞു, ആള് പുറകിലോട്ട്, അത് നമ്മുടെ മാർഗമല്ല, നമ്മുടെ മാർഗമല്ല തിരിച്ചടിക്കുന്ന മാർഗം. അതുകൊണ്ടല്ല അതിൽ നിന്ന് തല്ലുകൊള്ളുന്നതല്ല. നമ്മുടെ മാർഗം തിരിച്ചടിക്കുന്ന വേറെ ദിവസമായിട്ട് ഒരു മുക്കിന് ചെല്ലുമ്പോൾ ഒരുത്തം വന്ന് ചുമ്മാ പോകുന്ന ഒരയ്ക്കും. നമ്മളൊന്നും മിണ്ടുകയല്ല. അന്നേരം നമ്മൾ പിന്നെ ഇച്ചിരി ഇങ്ങോട്ട് മാറി നിൽക്കും. അവൻ വേറൊരുത്തിന് അതിലേക്കൂടെ വന്ന് പുറകിൽ കൂടെ വരാം. നമ്മളൊന്നും മിണ്ടുന്നില്ല. അതിൻ്റെ കാരണം തിരിച്ചടിക്കുന്ന മാർഗമല്ല നമ്മുടെ മാർഗം. യേശു അങ്ങനല്ല പഠിപ്പിച്ചത്. അതുകൊണ്ടാ നിന്ന് തല്ലുകൊണ്ടേ ചെല്ലേ പോകുന്നേ. ഇപ്പം പിന്നെ ആരാണ്ടൊക്കെ തിരിച്ചടിക്കുന്നെന്ന് കേൾക്കുന്നത് എനിക്കറിയത്തില്ല. എന്നെ തല്ലിയാ നിന്ന് ആദ്യത്തടിക്ക് താഴെ വീടും, ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ മാർഗം ഇതല്ല, തിരിച്ചടിക്കുന്ന മാർഗമല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വാള് ഉറയിലിട്. എന്നിട്ട് ആ വേദനപ്പെട്ട് നിൽക്കുന്നവന്റെ ചെവി എടുത്ത് വെച്ച് ഒട്ടിച്ചു അവരെ ക്രമപ്പെടുത്തി. അവന്റെ വേദന ശമിപ്പിച്ചു. ആരുടെ? ശത്രുവിന്റെ വേദന ശമിപ്പിച്ചവനാ ക്രിസ്തു. അതാണ് നമ്മുടെ മാർഗം.
അതുകൊണ്ട് ആ എബ്രാഹിലേനക്കാരനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇവൻ എത്ര മഹാനെന്ന് നോക്കണം. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. കലുചതലേശം കാണുന്നില്ലി മനുജനിലെന്നുറ ചെയ്തുതാ. കലുചതലേശം കാണുന്നില്ലി മനുജനിലെന്നുറ ചെയ്തുതാ. മരണമതിൻ വിധിയെഴുതിയതിവനെ പ്രതിമാത്രം ഭൂമി അത്ഭുതം. മരണമതിൻ വിധിയെഴുതിയതിവനെ പ്രതിമാത്രം ഭൂമി അത്ഭുതം. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ ശ്രേഷ്ഠനാണ്. ആ മുഖത്തോട്ട് നോക്കി ആ കണ്ണ് പടക്കുകയല്ല. സ്തോത്രം. എന്തോ യോഗ്യമായിട്ടാ തല, കയ്യ്, കാല്, താഴോട്ട് അങ്ങപ്പുറത്തേക്ക് വർണ്ണനയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ശ്രേഷ്ഠൻ. ഞാൻ മിക്കപ്പോഴും പറയും, പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ പഠിച്ചതാ. പണ്ട് പൂ പറിക്കാൻ ഭീമൻ പോയി. അപ്പോൾ പൂ പറിക്കാൻ പോയി അരിക്ക് വേണ്ടിയാ. അപ്പം പൂ പറിക്കാൻ പോയി പറിക്കുന്ന അടുത്തെത്തിയപ്പം ഒരു കുരങ്ങനെ വഴി കിടക്കുന്നു. സ്കൂളിൽ പഠിച്ചതാ. അപ്പം കുരങ്ങനോട് പറഞ്ഞ് അങ്ങോട്ട് മാറി കിടക്കാൻ പറഞ്ഞു. അപ്പം കുരങ്ങൻ പറഞ്ഞ് പോകണമെങ്കിൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. എന്നെ പറഞ്ഞ എന്തുവാടാ, നാട്ടിപ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിക്കിടക്കുന്ന മൂളിക്കുരങ്ങ് നീ. അപ്പം കുരങ്ങനെ ആക്ഷേപിച്ചാ പറഞ്ഞത്, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിക്കിടക്കുന്ന മൂളിക്കുരങ്ങ് നീ. അപ്പം കുരങ്ങൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ആ ഗത കൊണ്ട് വാലങ്ങോട്ട് മാറ്റി വെച്ച് അത്യാവശ്യം അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അപ്പം ഇയാള് ആക്ഷേപിച്ചാ സംസാരിച്ചത്. പുള്ളി ഗതയെടുത്ത് വാലനങ്ങുന്നില്ല. നമ്മൾ പഠിച്ചതാ. ഗതയിട്ട് ഇങ്ങനെ കുരങ്ങൻ്റെ വാലെ പിടിച്ച് അനക്കിട്ടൊന്നും വാലനങ്ങുന്നില്ല. അപ്പം കുരങ്ങൻ അവിടെ കിടന്ന് പുള്ളി തിരിച്ചടിച്ച്, മുറിയുന്നെന്തടോ ഭീമാ ഗതയോ നമ്മുടെ വാലോ. ഗതയാണോ ഓടിയുന്നത്, എൻ്റെ വാലാന്നോ? ഞാൻ കൈ ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ദൈവം എൻ്റെ കേട്ടോ പാസ്റ്റർ. അപ്പൊ കുരങ്ങൻ അവിടെ കിടന്ന് ചോദിച്ചു, മുറിയുന്നെന്തടോ ഭീമാ ഗതയോ നമ്മുടെ വാലോ. അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു, അരിശ ഉണ്ടാകരുത്. അപ്പൊ പുള്ളിക്ക് ആക്ഷേപിച്ചു. ചുരുക്കി പറഞ്ഞ ഇതെല്ലാം പറഞ്ഞേച്ച് പുള്ളി ചില ഡയലോഗൊക്കെ പറഞ്ഞു. മർക്കടനെന്ന് നീ ധിഖരിക്കേണ്ടടോ, മർക്കടന്മാരിൽ മുഷ്കരന്മാരുണ്ട്. പണ്ടൊരു മർക്കടത്താനല്ലയോ പന്തി കണ്ടനെന്നുണ്ടായ നക്തൻ ചരേന്ദ്രനെ വാലുകൊണ്ട് ആശു വരിഞ്ഞു കെട്ടി സദാ 4 സമുദ്രങ്ങൾ ചാടിക്കടന്നതും മറ്റൊരു ദേഹം മഹാവാരി രാശിയെ സത്വരം ചാടിക്കടന്ന അജ്ഞസ ശങ്ക കൂടാതെ നിശാചരവീരന്റെ ലങ്കയിൽ പൂക്ക് ഭയങ്കരന്മാരായ കിങ്കരന്മാരെ പലരെ വധിച്ചതും തൻ കേളികാനനം തല്ലിത്തകർത്തതും ഹുങ്കാരമോട് രണത്തിനൊരുങ്ങിയ ലങ്കേശപുത്രന്റെ കണ്ടം മുറിച്ചതും അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഇതെല്ലാം പറഞ്ഞേച്ച് പുള്ളി ആ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റിച്ച് നേരെ ഒരു വളർച്ച. കവിയുടെ ഭാവനയാണ്. വളർന്നങ്ങോട്ട് ഇന്ന് കണ്ടപ്പോൾ ഈ ഗതയായിട്ട് നിന്ന പുള്ളി അന്തം വിട്ടുപോയി, പേടിച്ചെന്നാ. അതിങ്ങനെ നമ്പ്യാർ കൊടുത്തിരിക്കുന്നത്, ഉത്തത മതി നരപതി തന്നുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടു, ബുദ്ധിയില്ലതി കനിവ് കലർന്നു കുതൂഹമിയെന്നു ഹനുമാൻ. വർത്തിത തരതവള ഹിമാചല സന്നിഭതുംഗ ഹിമാലയം പോലെ അങ്ങ് വളർന്നു അന്തം വിടുകല്ലേ. വർത്തിതവള ഹിമാചല സന്നിഭതുംഗ ശരീരൻ നെടുതാകുന്ന കൊടിമരമെന്ന കണക്ക് തടിച്ചൊരുവാലും തുടുതുട നയനങ്ങളും അമ്പൊട് ചെമ്പ് കിടാരം പോലെ വലിയ ചെമ്പുപാത്രം പോലെ കണ്ണ്. തുടുതുട നയനങ്ങളും അമ്പൊട് ചെമ്പ് കിടാരം പോലെ കുടിലാകൃതി ശശികല പോലെ വിളങ്ങിന ദന്തകദംബം ചടുല സ്ഫുട സടകളും ഇട കലരുന്ന ഭയങ്കര മുഖവും പരികത്തൊട്ട് പടപുരതീടിന പൃഥുതര കരദണ്ഡ യുഗങ്കരതര നഗര നികായവും ഉത്കട കണ്ഠ മകുണ്ഠം. ആരോട് പറയാൻ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് വളർന്ന് ഇത് കണ്ട് മറ്റേ പുള്ളി അന്തം വിട്ടുപോയി. എന്നാൽ നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കേ, യേശുവിനെ സൂക്ഷിച്ചു നോക്ക്, ഇവൻ എത്ര മഹാനെന്ന് നോക്ക്. അങ്ങോട്ട് നോക്കിയാൽ ഒരു പേടി ഉണ്ടാകുകയില്ല. പേടിയുള്ളവന്റെ പേടി പോകുന്നവനാ, മാറ്റുന്നവനാ ക്രിസ്തു.
അവിടുത്തെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആമേൻ, സൈമൺ സാറ് പറഞ്ഞിരിക്കുന്ന തേൻ ഇറ്റിറ്റ് വീഴുന്നെന്ന്. സ്തോത്രം. നമ്മുടെ മോന്തയിലോട്ട് നോക്കിയ ആ തേനുണ്ട്. അതുപോലെ ശ്രേഷ്ഠനായ യേശുക്രിസ്തു, അവിടുത്തെ മുഖത്ത് തേജസ്, വായിന്ന് വരുന്നത് ലാവണ്യമാക്കം. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന യോഗ്യനായ ഉന്നതനായ മഹത്വമുള്ള വേറൊരുവനില്ല. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, അവൻ മോശയേക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ, ശലോമോനിലും വലിയവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. ഇന്ന് രാത്രി വലിയവനാകുന്ന യേശു നമ്മുടെ നടുവിലുണ്ട്. ശ്രദ്ധിച്ചു നോക്ക്, സൂക്ഷിച്ചു നോക്ക്. നോക്കിയവർക്കെല്ലാം അനുഗ്രഹമാണ്, ശ്രദ്ധിച്ചവർക്കെല്ലാം വിടുതല. ഇന്ന് രാത്രിയിലും ആ കർത്താവിനെ ദർശിക്ക്, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാണ്. അതെ, ഞാനധികം വിവരിക്കുന്നില്ല. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തി. 10-ാം അധ്യായത്തിൻ്റെ 32 മുതലാണ് നമ്മൾ വായിച്ചത്. 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം, നമുക്ക് വേണ്ടി ആമേൻ സ്തോത്രം പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ആ 10-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള തിരുവെടുത്ത് വായിച്ച് 10-19 മുതൽ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരിശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു. അപ്പൊ ശ്രദ്ധിക്കുക, 10-ാം അധ്യായത്തിന്റെ 19 മുതൽ പൗലോസ്ലീഹ പറയുക, അതുകൊണ്ട് യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരാൻ. അപ്പോൾ എബ്രായ വിശ്വാസികളോട് പറയുക, നിങ്ങൾ അകന്ന് നിൽക്കരുത്, അടുത്തു വരണം. എബ്രായ വിശ്വാസികൾ ആരംഭകാലത്ത് തീക്ഷണതയോടെ നിന്നു. ഇടക്കാലത്ത് ഇവര് അല്പം ക്ഷീണിച്ച് പിന്മാറി അകന്നും മറഞ്ഞും ഒളിഞ്ഞും ദൂരെയൊക്കെ നിൽക്കുക. എന്നാൽ അവരങ്ങനെ അവിടെ നിന്നങ്ങ് പോട്ടെന്നല്ല ലേഖനകാരന്റെ ആഗ്രഹം. നിങ്ങൾ അങ്ങനെ അകന്നും മാറിയും ഒളിച്ചും പാത്ത് നിൽക്കരുത്, ധൈര്യത്തോടെ അടുത്ത് വരണം. നിങ്ങൾ ധൈര്യത്തോടെ അടുത്ത് വാ. അതിന്റെ കാരണം കൂടെ നിരത്തിയിട്ടുണ്ട്. അടുത്ത് വരാൻ ആഹ്വാനം കൊടുക്കുന്നത്, നിങ്ങൾ ദൂരെ നിൽക്കരുത്, അകന്ന് നിൽക്കരുത്, മറഞ്ഞു നിൽക്കണ്ട, മാറി നിൽക്കണ്ട, ധൈര്യത്തോടെ അടുത്ത് വരണം. കാരണം പറയാ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ആമേൻ സ്തോത്രം, നീ അകന്നും ദൂരെയും നിൽക്കണ്ട, ധൈര്യത്തോട് അടുത്ത് വരണം. കാരണം ഒരു വഴി നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തതല്ല, ഒരു പുത്തൻ വഴി നിനക്ക് ഒരുക്കിയിട്ടിരിക്കുക. ഈ പുത്തൻ വഴി എങ്ങനെയാന്ന് ചോദിച്ചാൽ, കാശ് കൊടുത്ത് മേടിച്ചതോ ആമൻ മറ്റുള്ളവനെ ആമൻ ചതിച്ചു മേടിച്ചതല്ല. അവിടുത്തെ ദേഹമെന്ന തിരശ്ശീല ചിന്തി നിനക്കൊരു വഴി ഒരുക്കിയിരിക്കുക. പങ്കപാടുകളും പീഡകളും എല്ലാം നമ്മുടെ കർത്താവ് സഹിച്ചു. ആമൻ ഗെത്സമനെ വെച്ച് യേശുവിനെ പിടിച്ചു കെട്ടി. ഒരു കൊള്ളക്കാരനെ, കള്ളനെ, കൊലപാതകനെ പിടിച്ചു കെട്ടും പോലെ പിടിച്ചു കെട്ടി അടിച്ചും ഉപദ്രവിച്ചും പീഡിപ്പിച്ചും ആക്ഷേപിച്ചും പരിഹസിച്ചും 5-6 കോടതി മാറി വിസ്തരിച്ചു. അന്നാസും അയ്യപ്പാവും പീലാത്തോസും ഹെരോദാവ് സെന്നിത്രി സംഘങ്ങൾ എന്ന് വേണ്ട വന്നവരെല്ലാം മാറി വിസ്തരിച്ചു. യാതൊരു കുറ്റവും യേശുക്രിസ്തുവിൽ കണ്ടില്ലെങ്കിലും ജനത്തിന്റെ ആരവാരവും ക്രോധവും ശാഠ്യവും ഒക്കെ നിമിത്തം തന്നെയുമല്ല മഹാപുരോഹിതന്മാരുടെ ഈ ചതിയാലും വഞ്ചനയാലും യേശുവിനെ ക്രൂശിക്കുക, ആമേൻ ബറബ്ബാസിനെ വെറുതെ വിടാൻ പറഞ്ഞ് ആക്രോശിച്ചു. പീലാത്തോസും വിഷമസന്ധിയിൽ അകപ്പെട്ട് വെള്ളമെടുത്ത് കൈ കഴുകി നീതിമാന്റെ രക്തത്തിൽ പങ്കില്ലെന്നും പറഞ്ഞ് എങ്കിലും യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. ആമേൻ കൈ കെട്ടപ്പെട്ട് ആമേൻ കുനിയപ്പെട്ട് നിൽക്കുന്ന യേശുവിന്റെ മുതുകത്ത് ചാട്ടമാറുകൊണ്ട് അടിച്ച് ചാട്ട പറിക്കുക. കുതിരയുടെ തോല് നാരായി കീറി അതിന്റെ അറ്റങ്ങളിൽ ഈയക്കട്ടയും ഉൾക്കൊളുത്തും എല്ലും കഷണവും ചൂണ്ടയും കൂടെ കൂട്ടിക്കെട്ടി പിരിച്ച ആ ചാട്ട റോമൻ പടയാളികൾ ദാക്ഷിണ്യം കൂടാതെ കഠോര ഹൃദയന്മാരാകുന്ന പടയാളികൾ യാതൊരു കരുണയില്ലാതെ അവൻ അടിച്ച് കുനിയപ്പെട്ട് നിൽക്കുന്ന യേശുവിന്റെ മുതുകത്ത് അടിച്ച് ചാട്ട പറിക്കുമ്പോൾ മാംസം ഇറുന്ന് പറഞ്ഞ് അവൻ മാറി. പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ പാടി,
മുതക് ഉടവുചാല് പോലെ നീളത്തിൽ കീറി. പ്രൈസ് ദി ലോർഡ്. ആമ കണ്ണ് മൂടിക്കെട്ടി കന്നത്തടിച്ച് മുഖത്ത് കാർക്കിച്ചു തുപ്പി. ആമ ഇരുമ്പ് ചമണ കൊണ്ട് മുഖത്തെ രോമമെല്ലാം പിഴുതെടുത്തു. ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു, പരിഹസിച്ചു, ഉപദ്രവിച്ചു, കന്നത്തടിച്ചു, കാർക്കിച്ചു തുപ്പി. ആമ ചാട്ടമാറ് കൊണ്ട് അടിച്ച് ആമൻ ചാട്ട പറിക്കുമ്പോൾ മാംസം ഇരുന്ന് ഓരോ അടിക്കും ഈ മാംസം പറഞ്ഞു മാറുക. അങ്ങനെ അവിടുത്തെ ആമൻ ദേഹം ഉടവുചാല് പോലെ നീളത്തിൽ കീറി. അങ്ങനെ കീറിയാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴിയൊരുക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി അകന്നു നിൽക്കണ്ട, ധൈര്യത്തോടടുത്തു വാ. ഇത് പെന്തിക്കോസുകാർക്ക് വേണ്ടി മാത്രം ഒരുക്കിയ വഴിയല്ല, മുഴു ലോകത്തിനും വേണ്ടി ഒരുക്കിയൊരു പുത്തൻ വഴിയാ. ഇത് ക്രൈസ്തവരെന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വഴിയല്ല, സകല മാനവജാതിക്ക് ഒരുക്കിയ പുത്തൻ വഴിയാ. മനുഷ്യനായി ജാതിയും മാർഗവും മരണമല്ല ഒപ്പിച്ച് കുരുക്കല്ല ഒപ്പിച്ച് വെച്ചേക്കുന്നത്. വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ ഒറ്റ ഒരുത്തൻ്റെ സന്തതിയാ ലോകത്തിലുള്ള സകലയുള്ളൂ. അങ്ങനെ ആ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. തർക്കം വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ എഴുന്നേക്കണം. സ്റ്റേജിൽ തർക്കമുണ്ട്, നിങ്ങൾക്ക് എഴുന്നേക്കാം. താഴെ തർക്കമുണ്ട്, എഴുന്നേക്കാം. വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഒറ്റ ഒരുത്തൻ്റെ സന്തതിയാ ലോകത്തിലുള്ള സകല മനുഷ്യനും. എന്നാ ഒരു മൗനത? തർക്കിച്ചായ ശരിയാക്കിയേ വിടുവുള്ളൂ ഞാൻ. വേദപുസ്തകത്തിലെ വാക്യം, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ലോകത്തിലുള്ള സകല മനുഷ്യർ ഒറ്റ ഒരുത്തന്റെ സന്തതികളാണ്. അതുകൊണ്ട് ഈ കടിപിടി ഉണ്ടാക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യവും. എടേ എന്തുവാടാ ചിരിക്കുന്നേ? തമ്പൂറിന്റെ കമ്പി ഞാൻ മോനെ ഞാൻ ഇറങ്ങി വന്നതിനെ ഞാൻ ശരിയാക്കും. മര്യാദയ്ക്കിരുന്നില്ല. നീ മുടി വെട്ടിക്കണം കേട്ടോ നാളെ. പൈസ ഇല്ലേ മുടി വെട്ടിക്കാൻ? തരാം. എന്നെ കണ്ടേച്ച പോവാളൂ കേട്ടോ. നീ ശ്രദ്ധിച്ചിരിക്കണം. കമ്പൻ്റെ ഉണ്ട് ഞാൻ. നീ കസാരയായിട്ട് ഇങ്ങോട്ട് നീങ്ങിയിരുന്നു. നീ കസാരയായിട്ട് ഇങ്ങോട്ട് വന്നു. നീ കസാരയായിട്ട് അവിടെ പോയി. നീ അവിടെ നീ കസാരയായിട്ട് ഇഞ്ഞു വാ. കസാരയായിട്ട് വാ. ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്നു. നീ അവിടെ ഇരുന്നാൽ മതിയോ? നീ ചൊടിഞ്ഞോട്ട് കയറി. അവൻ്റെ അടുത്ത് വേണ്ട. ചൊടിഞ്ഞോട്ട് ചൂടങ്ങോട്ട് മോനി ചൂടങ്ങോട്ട്. ഇനിയും നിങ്ങൾ വർത്താനം പറഞ്ഞാൽ എനിക്ക് നല്ല ഉന്നമാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. സകല മനുഷ്യരും ഒരു വ്യക്തിയിൽ നിന്ന് ഇവിടെ ജന്മം കൊണ്ടതാണ്. അതുകൊണ്ട് ഞാൻ സകല ആൾക്കാരോടും പറയാൻ തമ്മിൽ അടി ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ഗുസ്തി ഉണ്ടാക്കരുത്. ശരിയല്ല, അല്ല. ഞങ്ങൾ ഇച്ചിരി കൂടിയ പുള്ളിക്കാരാ, അവര് കുറഞ്ഞതാ, അവര് അതിലും ഇച്ചിരി കുറഞ്ഞതാ, ഞങ്ങളിൽ തന്നെ ഞങ്ങൾ ഇച്ചിരി മെച്ചമാ. അങ്ങനെയുണ്ട്, പാടില്ല. ഇപ്പൊ എല്ലാം ഇങ്ങനെ തത്ത തലയാട്ടം പോലെ തലയാട്ടണ്ട. വളവ് തിരിയുമ്പം തനി നിറം. പിന്നെ വളവ് തിരിയണ്ട. ഒറ്റയൊരുത്തന്റെ സന്തതിയാ സകല മനുഷ്യരും. അതുകൊണ്ട് മതത്തിന്റെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ്, കുലമഹിമ പറഞ്ഞ്, കുടുംബശ്രേഷ്ഠത പറഞ്ഞ് അന്യോന്യം കടിച്ചു കീറാനും തിന്നാനും പോകരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. എല്ലാവർക്കും അവരുടെ വ്യക്തിത്വമുണ്ട്. മറ്റുള്ളവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. ഞാനെപ്പോഴും പറയും, ഒരു ഭിക്ഷക്കാരനാണെങ്കിലും അവന് വ്യക്തിത്വമുള്ളവനാ. അവൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കാം ഭിക്ഷ ചോദിക്കുന്നത്. അയ്യോ, ഭിക്ഷക്കാരൻ
അവൻ നല്ല മനുഷ്യന്, അവൻ ചോദിച്ചല്ലേ മേടിക്കുന്നേ. വലിയ വലിയ പുള്ളിക്കാരെല്ലാം അടിച്ചു മാറ്റുകല്ലേ. സോട്ടും കൂട്ടുമെല്ലാം ഇട്ടുകൊണ്ട് ഇമ്പാല കാറ വന്നിട്ട് മൊത്തം തുപ്പടി അടിച്ച് അവിടുത്തെ ഒരു പെമ്പളയും ഭർത്താവും കൂടെ ഈയിടെ എത്ര കോടിയാ? നിങ്ങൾ ഈ ഏരിയ പേപ്പറൊന്നും വരുന്നില്ലേ? സോട്ട് അവൻ്റെ ടൈയൊക്കെ കിട്ടി ഇരിപ്പ് കണ്ടാ ഓർക്കും, എടാ അവനിലും നല്ലതാ ഭിക്ഷക്കാരൻ, അവൻ ചോദിച്ചാ മേടിക്കുന്നത് അല്ലേ, തട്ടിപ്പറിക്കുകയല്ലോ. അവനാ മാന്യൻ. അടിച്ചു മാറ്റുന്നില്ലല്ലോ, ചതിക്കുന്നില്ലല്ലോ, വഞ്ചിക്കുന്നില്ലല്ലോ. ചില സഹോദരിമാര് പറയാ അതാരാ? അതെ, വേലയ്ക്ക് വരുന്ന തള്ളയാ, നിന്നിലും നല്ലതാ തള്ളയാ. നീ ചുമ്മാ ഇരുന്ന് പൂണന്റെ തീറ്റ് നിന്ന് ഒരു പണിയും ചെയ്യാതെ കസാര നിറച്ചിങ്ങനെ അങ്ങ് ഇരിക്കുക. മുടുത്തൊരു കസാരയും കൊടുത്തിട്ടുണ്ട്, അങ്ങ് ഇരിക്കുക, ഒരു ജോലിയും ചെയ്യുകയല്ല. അവിടെ ഇരുന്നുകൊണ്ട് നട്ട്സ് തിന്നുന്നു, ഇല്ല പൊളിച്ച് തിന്നുന്നു, പഴം തിന്നു, ഈ ഇങ്ങനെ കൊണ്ടുപോകാന്നും പറഞ്ഞ് ആന നിൽക്കും പോലെ നിൽക്കുക. അതല്ലേ അതിൻ്റെ പണി. നിന്നിലും നല്ലതാ വീട്ടുവേലയ്ക്ക് വരുന്ന അമ്മ. അവർ നന്നായിട്ട് അധ്വാനിക്കുക, ജോലി ചെയ്ത ചെല്ലേ അല്ലേ. എല്ലാവർക്കും അതിൻ്റെ മാന്യതയുണ്ട്, ഉണ്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അവരെ ആ നിലയിൽ കാണണം. കടിപിടി കൂടരുത്, അന്യോന്യം വഴക്കുണ്ടാക്കരുത്, പോർ വിളിക്കരുത്, ലഹളയുണ്ടാക്കരുത്. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് അവിടുന്ന് മനുഷ്യജാതി ഉളവാക്കി. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിടുമേ. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാളെല്ലാം വീണ്ടാളാ, ഭാരത്തോടെ നീ കഴിക്കുകയോ. വാഴ്വിൻ നാളെല്ലാം വീണ്ടാളാ, ഓ ഭാരത്തോടെ നീ കഴിക്കുകയോ. വന്നുടൻ പാദം ചേർത്തിടുകിൽ, വിണ്ണാതിൽ നിന്നെ ചേർത്തിടുമേ. വരുവീ നീ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നീ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. ദൈവത്തിന്റെ മകത്ത്. അപ്പോൾ ഒരു പുത്തൻ വഴി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുക. ധൈര്യത്തോടെ കടന്നു വരണം, ആരും നിന്നെ തടയത്തില്ല. യേശുവിൻ്റെ അടുക്കൽ ആര് വരുന്നവരെ ആരെയും തടയത്തില്ല. മറ്റേ ചില ഇടങ്ങളിൽ എല്ലാവർക്കും എല്ലാ സമയത്തും എല്ലായിടത്തും ഒന്നും ചെല്ലാനും എടുക്കാനും ഒന്നും സാധ്യമല്ല. ഓരോ നിയമങ്ങളാണ്. ഇവിടെ അങ്ങനത്തെ നിയമമില്ല. ഏത് സമയത്തും ആർക്കും എവിടെ വെച്ചും യേശുവിൻ്റെ അടുക്ക വരാം. കാരണം അവിടുന്ന് തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി നമുക്കൊരു വഴിയൊരുക്കിയിട്ടുണ്ട്. അതാണ് 19-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ. അതുകൊണ്ട് ധൈര്യത്തോടെ അടുത്ത് വരണം. 2, ഇവിടെ പരിശുദ്ധ രക്തമുണ്ട്. എന്തിനാ? സകല പാപങ്ങളും കഴുകി നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തം. യേശുക്രിസ്തുവിന്റെ രക്തം. അതാ രക്തത്താൽ അങ്ങനെ ഫലം കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. പരിശുദ്ധ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം. അവിടുന്ന് രക്തം ചിന്തി. ആ രക്തത്തിന്റെ വിശേഷത നിർമ്മല രക്തമാ, പരിശുദ്ധ രക്തമാ, പാപമില്ലാത്ത രക്തമാ, ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ, വിലയേറിയ രക്തമാ. ആമേൻ. രോഗം സൗഖ്യമാക്കുന്ന രക്തമാ, പാപം മോചിക്കുന്ന രക്തമാ. ആമേൻ. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ
പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുവിന്റെ പരിശുദ്ധ രക്തം. ആ രക്തം ഇവിടെ ഉള്ളത് കൊണ്ട് നിന്റെ ഏത് പാപങ്ങളും യേശു ക്ഷമിക്കും. നിങ്ങളുടെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. എത്ര കടും ചുമപ്പാകിരുന്നാലും പഞ്ഞി പോലെ അത് വെളുപ്പിക്കും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്ത് വാ. എന്തിനാ അറച്ചു നിൽക്കുന്നത്? അവർ വല്ലതും പറയും, ഇവർ വല്ല, ഒന്നും വിഷയമല്ല. ധൈര്യത്തോടെ വാ. യേശു നിന്നെ രക്ഷിക്കും. യേശു നിന്നെ തള്ളിക്കളയത്തില്ല. യേശു നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത നസറായൻ ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും. അതുകൊണ്ട് ധൈര്യത്തോടെ അടുത്തു വരാൻ പൗലോസ് ഇവിടെ ഓർപ്പിക്കുക. ഒന്ന്, ഒരു പുത്തൻ വഴി നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. രണ്ട്, പരിശുദ്ധ രക്തം ഇവിടെ വ്യാപരിക്കുന്നു. അതുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാനധികം ആ ഭാഗം വിവരിക്കുന്നില്ല. വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, രണ്ട് വിധത്തിൽ ശുദ്ധീകരണം ഉണ്ടായിരിക്കണം. ഒന്ന് ആന്തരിക ശുദ്ധീകരണം, രണ്ട് ബാഹ്യ ശുദ്ധീകരണം. ആ രണ്ട് ശുദ്ധീകരണവും ആ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ആന്തരിക ശുദ്ധീകരണം അതാ രക്തത്താൽ തളിക്കപ്പെടുക. രക്തത്താൽ തളിക്കണം, ഹൃദയങ്ങളിൽ തളിക്കണം. ഹൃദയമകത്താണല്ലോ. അപ്പോൾ ആന്തരിക ശുദ്ധീകരണം. ഹൃദയത്തിനകത്ത് ഉള്ള നാശക്കോടാലിയല്ല ഇരിക്കുന്നേ. ഇങ്ങനെ വെള്ളം ഇട്ടിട്ട് നടന്നാലൊന്നും പിടി കിട്ടുകയല്ല. ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട്. ഇത്രയും വലിപ്പമുള്ള നാ പറയുന്നത് സയൻസ് പഠിച്ചവർ, എനിക്ക് കൃത്യം അറിയത്തില്ലേ, തെറ്റാന്നെ ക്ഷമിക്കണേ. ഇത്രയും വലിപ്പം ഉണ്ടെന്നാ, 4 അറയുണ്ടെന്നാ, ഇത്രയും വലിപ്പമേ ഉള്ളൂ. ഏതാണ്ട് 750 ഗ്രാം അങ്ങേയറ്റം വന്ന തൂക്കം. ഇരിപ്പ് കണ്ട 500 കിലോ ഉണ്ടെന്നും പറഞ്ഞായിരിക്കുന്നത്. ഇത്രയും വലിപ്പമേ ഉള്ളൂ. ഈ ഇടത് ഭാഗത്തായിട്ടൊരു ചെറിയ ചരിവ ചായ്മാനം ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. ആട്ടെ, 4 അറയൊക്കെയാണ്. എന്തെല്ലാം സാധനങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത്. ദുശ്ചിന്ത, പക, പിണക്കം, ക്രോധം, കോപം, ജാരശങ്ക, ഈർഷ്യോ, എന്തെല്ലാം സാധനങ്ങൾ. ഇതെല്ലാം വെച്ചോണ്ടാണ് നമ്മൾ ഗ്ലോറി, വിക്ടറി, കാൽവറി എന്നും പറഞ്ഞ് മേപ്പോട്ടിങ്ങിപ്പോട്ടും ചാടുന്ന. നമ്പർ തല്ലി പൊട്ടിക്കുന്നു, മേപ്പോട്ടിങ്ങിപ്പോട്ടും ചാടുന്നു, മൈക്കെടുത്തോണ്ട് അങ്ങോട്ട് ഓടുന്നു, ഇറങ്ങി ചാടി നടക്കുന്നു. അകത്തിരിക്കുന്നത് സ്വന്തം സഹോദരനോട് മിണ്ടുകയല്ല, സഹോദരങ്ങൾക്ക് കൈ കൊടുക്കുകയല്ല, അയലത്തുകാരോട് മിണ്ടുകയല്ല, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയല്ല, ആ സഹോദരങ്ങളെ സ്നേഹിക്കത്തില്ല. മനസ്സിലാകാരിയാണോ? എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുക, ബഹളം, ആവശ്യമില്ലാത്തെല്ലാം അന്യോന്യം വിളിച്ചു കൂവുക, ചെളിവാരി എറിയുക, ആക്ഷേപിക്കുക, ദുശ്ചിന്ത, പക. ഇപ്പോഴും പകയല്ലേ? നിങ്ങൾ അപ്പുറത്തുകാർ അവരുമായിട്ട് ഞങ്ങൾ മിണ്ടുകയല്ല. അതെന്നാ? എന്നുവെച്ചാൽ ഇവിടെ വന്നിരുന്നു മേപ്പോട്ടും കീപ്പോട്ടും അപ്പുറം താമസിക്കുന്ന അത് ഞങ്ങളുടെ അനിയനാ. നിങ്ങൾ പൊന്നെ, നമ്മൾ എവിടെ പോകാനിരിക്കുക? സകല മനുഷ്യനോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം. ഞാനൊരു കാര്യം ദൈവമക്കളോടും എന്നെ കേൾക്കുന്നവരോട് പറയാ, ആരുമായിട്ട് വടക്കും പുക്കാറും ഒന്നും ഉണ്ടാക്കരുത്, പിണങ്ങരുത്, അലോഹ്യം ഉണ്ടാക്കരുത്. സ്തോത്രം. അഥവാ ഒരു വഴക്കിൻ്റെ അഭിപ്രായ വ്യത്യാസന്റെ രംഗമാന്നെ നമ്മൾ മിണ്ടാതിരുന്നേക്കണം, ഒഴിഞ്ഞങ്ങ് മാറണം. ഇതാ ചെയ്യേണ്ടത്. പഴമക്കാർ പറയും 2 കൈ കൂട്ടിയടിക്കുമ്പോഴല്ലേ ശബ്ദം. ഒരു കൈ അടിച്ചോട്ടെ, നമ്മളങ്ങ് മിണ്ട്. ചിലപ്പോൾ അവർ പറയും തോറ്റെന്ന് പറയും. തോക്കുന്നത് നല്ലതാ അല്ലേ? ഞങ്ങളുടെ ഒരു പയ്യനുണ്ട്, അവനെ 8ാം ക്ലാസ്സിലെ 3 കൊല്ലം തോറ്റു. അവൻ്റെ കൂടെയുള്ളവരെല്ലാം പിന്നെയും പഠിച്ച് ഡിഗ്രിക്കായി. അവനോട് ചോദിച്ചേട്ടാ, കൊച്ചുമോനെ നിൻ്റെ കൂടെയുള്ളവരെല്ലാം ഡിഗ്രി ആയി, ചിലർ പിന്നെയും പഠിത്തത്തിന് പോയി, നീ ഇപ്പോഴും 8 തന്നെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഡയലോഗാ, ഒരു തീർപ്പില്ല. ധൃതിയുള്ളവരെല്ലാം കൂടെ പഠിച്ചങ്ങോട്ട് പോട്ടെ, ഞാൻ ഓരോ ക്ലാസ്സിലും ഇരുന്ന് നല്ലതുപോലെ പഠിച്ചേ. എങ്ങനെയുണ്ട് അവൻ്റെ ഡയലോഗ്? അപ്പം അവൻ്റെ ചിന്ത ഈ പെട്ടെന്ന് പോകുന്നവർ ധൃതിയുള്ളവരാ പോകുന്നത്. അവന് പറഞ്ഞ് എനിക്കൊരു ധൃതിയില്ല, ധൃതിയുള്ളവരെല്ലാം അങ്ങോട്ട് പൊക്കോട്ടെ, ഞാൻ ഓരോ ക്ലാസ്സിലും 2-3 കൊല്ലം എടുത്ത് വൃത്തിയായിട്ട് പഠിച്ചേ. അവനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം നിങ്ങളോട് പറയാം, സകല മനുഷ്യരോടും സമാധാനം ആചരിക്കണം, കൊമ്പ് കോർക്കരുത്. അപ്പൊ ഈ ഹൃദയത്തിനകത്ത് എന്തെല്ലാം
ദോഷങ്ങളാ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമാ. അയ്യോ, നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ചാലും അകത്ത് എന്തെല്ലാം കുരുക്കൊപ്പിച്ചാ ചിരിക്കുന്നേ ഇല്ലേ? പിന്നെ നമുക്കിപ്പോൾ ഒരാളോട് താല്പര്യമില്ലെങ്കിലും നമ്മൾ കൈവിടുന്ന സ്തോത്രം, അകത്തൊരു താല്പര്യവും ഇല്ല. പിന്നെ ദൈവം തമ്പുരാൻ അറിയാം ഈ പരുവക്കേടാണെന്നുണ്ടെങ്കിൽ തമ്പുരാൻ അതിന് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഈ ചിറിക്ക് അസ്ഥി വെച്ചിട്ടില്ല ദൈവം. നിങ്ങൾ തൊട്ട് നോക്കിയാൽ അസ്ഥിയില്ല. അതെന്തിനാന്ന് വെച്ചാൽ തമ്പുരാനും അറിയാം ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിരിക്കുമെന്നറിയാം. അതിനെ അസ്ഥി വെക്കായിരുന്നേ ഒക്കത്തില്ലായിരുന്നു, ഒക്കുകയല്ല. ഹൃദയത്തിനകത്ത് എന്തെല്ലാം ദുശ്ചിന്തകളായിരിക്കുന്നത്, അത് പാടില്ല. ഈ ഹൃദയം നന്നാകണം, ഹൃദയം ശുദ്ധമാകണം. കർത്താവ് അതാ പഠിപ്പിച്ചത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാണ് ദൈവത്തെ കാണുന്നത്. നീ ഹൃദയത്തിനകത്ത് കുശുമ്പും കുഞ്ഞായ്മയും നോണയും കൊതിയും തുച്ഛന്തയും നീ ദൈവത്തെ കാണുകയല്ല. കണ്ടെന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ ചുമ്മാ തുള്ളിത്താടി നടക്കുക, കാട്ടുകോഴി നടക്കും പോലെ. ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയശുദ്ധി വേണം. സഹോദരനെ പകയ്ക്കരുത്, സഹോദരിയെ പകയ്ക്കരുത്, മറ്റുള്ളവരെ ദ്വേഷിക്കരുത്. ഹൃദയം നല്ലതാകണം. എന്നാലോ അങ്ങനെയല്ലയോ സങ്കീർത്തനക്കാരൻ പാടിക്കുന്നത്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. ദൈവം നല്ലവർക്ക്, ഹൃദയശുദ്ധിയുള്ളവർക്കാണ്. സ്തോത്രം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം നല്ലവനതിനിൽ ഒരു വാദം. നിർമ്മല ഹൃദയന്മാർക്ക് ദൈവം നല്ലവനതിനിൽ ഒരു വാദം. എന്നാൽ ദുർമതികൾ തൂകികളായി മേവുമതിലിടറിയ ഉള്ളം തിരതുല്യം. എന്നാൽ ദുർമതികൾ തൂകികളായി മേവുമതിലിടറിയ ഉള്ളം തിരതുല്യം. അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ? ഞാനോ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയതോ വ്യർത്ഥം, തീരെ വ്യർത്ഥം. അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം നന്നാകണം. ഈ ഹൃദയത്തിനകത്ത് നിന്ന് ഇതെല്ലാം കളയണം, വെളിയിൽ കളയണം. വൈരാഗ്യവും പകയും പിണക്കവും ജാരശങ്കയും ദൂഷണവും ഇതെല്ലാം അകത്തു നിന്ന് കളയണം. കൺവെൻഷൻ കൊണ്ടതൊക്കെ ഗുണമാകണം. അല്ല തുള്ളിച്ചാടി ഇട്ട കസേരയെല്ലാം തട്ടിമറിച്ചിട്ട് ആത്മാവിലാന്നും പറഞ്ഞ് ബൈബിളിന്റെ മേളിലും കയറി തുള്ളി, അടുത്തിരുന്ന തള്ളയുടെ കണ്ണടയും ചവിട്ടി പൊട്ടിച്ച് ബൈബിളിന്റെ സിപ്പും പറിച്ച് കീറി. അതൊന്നുമല്ല. ആർവ വെച്ച് പോകുന്നതല്ല. ഇതിനകം ക്ലിയർ ആകണം. ഇതിനകത്ത് നിന്ന് പകയും വിദ്വേഷവും ചതിവും വഞ്ചനയും അകത്ത് കളയണം. അപ്പൊ ഹൃദയങ്ങൾ തളിക്കണം. എന്ത്? യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. കർത്താവ് അങ്ങനല്ലേ പറഞ്ഞേ, അകത്തോട്ട് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്ന, അകത്ത് നിന്ന്. എന്നിട്ട് യേശു എടുത്ത് പറഞ്ഞു, അകത്ത് നിന്ന് ഹൃദയത്തിനകത്ത് നിന്ന്. അങ്ങനെ പറഞ്ഞേ, അകത്ത് നിന്ന്. അകത്തെന്തെല്ലാം സാധനം ഉണ്ട്, ആമാശി കൊണ്ട് പിത്താശി കൊണ്ട്. അത് ക്ലിയറാക്കി യേശു. അകത്തിന്ന് പറഞ്ഞാൽ എൻ്റെ ആമാശയത്തിൽ നിന്നുള്ള കാര്യമായിരിക്കും യേശു. അതാ യേശു ക്ലിയറാക്കി. അകത്തിന്ന്, ഹൃദയത്തിനകത്തിന്ന് തന്നെ ക്ലിയറാക്കിയ യേശു പോയത്. ഇതിനകത്തിരിക്കുക ഇതെല്ലാം കളയണം. സ്തോത്രം. അകം ശുദ്ധമാകണ്ടേ? അപ്പോൾ ഹൃദയങ്ങൾ തളിക്കണം. അത് ആന്തരിക ശുദ്ധീകരണം. രണ്ട് ബാഹ്യ ശുദ്ധീകരണം. അവിടെ ഒരു പദമുണ്ട്, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടണം. അങ്ങനല്ലേ ദൈവദാസനെ ആ വാക്യം വായിച്ചേ? ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടണം. അത് ബാഹ്യ ശുദ്ധീകരണം. അപ്പൊ ആന്തരിക ശുദ്ധീകരണവും വേണം, ബാഹ്യ ശുദ്ധീകരണം. രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്.
അകവും വെടിപ്പാകണം, പുറവും വെടിപ്പാകണം. വേണ്ടേ? രണ്ടും വേണം. അമ്മേ, പേരെങ്ങനെയാ? വിക്ടോറി. ഈ പുട്ടുണ്ടാക്കാറുണ്ടോ വീട്ടില്? ഇല്ല. പിന്നെ എന്തുവാ അവിടെ സാധാരണ? പുട്ട്. ഉണ്ട്. അത് പുട്ടുകുറ്റിയിലല്ലേ ഉണ്ടാക്കുന്നേ? പുട്ടുകുറ്റിയുടെ പുറം മാത്രമേ കഴുകുള്ളൂ? അകവും കഴുകണമല്ലോ. ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അകവും കഴുകണം. അകം കഴുകാൻ ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ട്, കൈകിടാനോ അല്ലേ തത്തുല്യമായതിട്ട കഴുകണം. പുറം മാത്രമല്ല, കിണ്ടികിണ്ണങ്ങളുടെ പുറം മാത്രമല്ല, അകവും വെടിപ്പാക്കണമെന്നാണ് യേശു പറഞ്ഞത്. അപ്പൊ രണ്ടും യേശുവിന് ഇഷ്ടമാ, ദൈവത്തിന് ഇഷ്ടമാ. ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണം രണ്ടും നടക്കണം. ഈ രണ്ട് വിധത്തിലെ ശുദ്ധീകരണത്തോടെ അടുത്തു വരണം. അതാണ് ആ 19 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തിൽ. ഞാൻ അധികം വിവരിക്കുന്നില്ല. നമ്മൾ 32 മുതലുള്ള വാക്യം ആ കുറുവാക്യമായിട്ട് എടുത്തത്. അപ്പോൾ ആന്തരിക ശുദ്ധീകരണത്തോടെയും ബാഹ്യ ശുദ്ധീകരണത്തോടെയും നിങ്ങൾ അടുത്തു വരണം. അടുത്തു വരാൻ ആഹ്വാനം ചെയ്യുന്നത് 2 കാരണങ്ങൾ പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടി. ഒന്ന്, യേശു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിട്ടുണ്ട്. 2, സദാസമയവും നിങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കുവാൻ, കഴുകുവാൻ, വെടിപ്പാക്കുവാൻ പര്യാപ്തമായ യേശുവിന്റെ പുണ്യാക രക്തമുണ്ട്. അതുകൊണ്ട് അടുത്തു വാ. ഇങ്ങനെ അടുത്തു വന്ന എബ്രായ ക്രിസ്ത്യാനികളോട് പറയുന്ന ഭാഗമാ 32 മുതലുള്ള വാക്യം. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർക്കണം. ആ താഴോട്ട് പഠിക്കുമ്പോൾ 3 കാലങ്ങൾ അവിടെ എടുത്ത് പറയാം. 1 പൂർവ്വകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. ഇത് 3 നിങ്ങൾ ഓർക്കണം. അപ്പോൾ ആദ്യം ഓർക്കേണ്ടത് പൂർവ്വകാലം ഓർക്കണം. എന്തുവാ പൂർവ്വകാലം? വായിച്ചേ ദൈവദാസനെ 32 വാക്യം ഒന്നുകൂടെ വായിക്കേ. 32. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ഈ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളു. നിങ്ങളുടെ പൂർവ്വകാലം ഒന്ന് ഓർക്കണം. ഇവിടെ എബ്രായ ക്രിസ്ത്യാനികളോട് പറയുക, നിങ്ങൾ ഈ മാർഗത്തിൽ വന്നു, ശരി, നിങ്ങളുടെ പൂർവ്വകാലം ഓർക്കണം. എന്തുവാ ഇവരുടെ പൂർവ്വകാലം? ഇവര് കഷ്ടങ്ങൾ സഹിച്ചവരാ ഈ മാർഗത്തിന് വേണ്ടി, നിന്ന സഹിച്ചവരാ ഈ മാർഗത്തിന് വേണ്ടി, വളരെ പോരാട്ടം കഴിച്ചതാ ഈ മാർഗത്തിന് വേണ്ടി. സ്തോത്രം. വേറൊരു വാക്യമുണ്ട്, സമ്പത്തുകളുടെ അപകാരം ഇവർ സന്തോഷത്തോടെ സഹിച്ചു. ഇത് നിങ്ങൾ ഓർക്കണം. അത് എബ്രായ വിശ്വാസികളെ ഉദ്ദേശിച്ച് പറഞ്ഞതാ, നമുക്കും ബാധകമാ. പെന്തിക്കോസിലൊക്കെ ആദ്യം വരുമ്പോൾ എന്ത് പ്രതികൂലമായി. ഇപ്പം പിന്നെ അങ്ങനെ വലിയ പ്രതികൂലമൊന്നും, ഇപ്പം നമ്മളാ ചിലർക്ക് പ്രതികൂലം. സ്തോത്രം. പണ്ട് വലിയ പ്രതികൂലമാ. ഒരമ്മ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തള്ള ഇടി കൊണ്ട് ഊപ്പാട് വരും. അച്ചായൻ തല്ലും, കൊച്ചുങ്ങളെതിരാകും, നാട്ടുകാരെതിരാകും, കുടുംബക്കാരെതിരാകും. ആൾക്കാർ പറയാം തള്ളയെ പിടിച്ചു കെട്ടി അങ്ങനെ വിടാൻ പറയാം. അവരുടെ പെന്തിക്കോസ് അതൊക്കെ സഹിച്ചായി നിൽക്കുന്നേ. ഞങ്ങളുടെ ഒരു കൊച്ചമ്മേനെ യോഗ സ്ഥലത്ത് കയറി അച്ചായനെ അവിടെ മുതൽ അടിച്ചു. ചെരിപ്പൂരി അടിച്ച് അവരുടെ ഞരമ്പ് പൊട്ടി. ഈ പുള്ളി തന്നെ ഇതെല്ലാം വഹിക്കേണ്ടിയും വന്നു. അത് വേറൊരു വിഷയം ഉണ്ടോ? എത്രയെത്ര ഞാൻ 1-2 സംഭവം പറഞ്ഞതുള്ളൂ. 100 കണക്കിന് 1000 കണക്കിന് പോരാട്ടങ്ങൾ സഹിച്ച ഈ മാർഗത്തിൽ നിന്നത്. പക്ഷെ അവരാരും ക്ഷീണിച്ചില്ല. ഇടികൊള്ളും തോറും യോഗത്തിന് മൂർച്ച കൂടുക. അതാ ഇതിന്റെ പ്രത്യേകത. അങ്ങനെ ഇടി കിട്ടിയെന്നോർത്ത് പിന്നെ യോഗത്തിന് പോകാതിരിക്കുമോ? ഞങ്ങളുടെ ഒരു കൊച്ചൻ പറഞ്ഞു, എനിക്ക് അമ്പയർ അടി കേൾക്കുമ്പോൾ പിന്നെ വീട്ടിൽ ഇരിക്കാനൊക്കെ അല്ലെന്ന് പറഞ്ഞു. തലേന്ന് നല്ല ഇടിയാ കിട്ടുന്നത്. അച്ചായൻ നല്ല താങ്ങാറാവുന്നത്. ഓടി പെന്തിക്കോസിൽ പോകുന്ന ഇടി ചൂപ്പാട് വരുത്തുക. എന്നാലും രാവിലെ അമ്പയർ അടി അവിടെ കേൾക്കുമ്പോൾ തള്ളയിളകും. ഇടിയൊന്നും അവർക്ക് വിഷയമല്ല. അങ്ങനെയൊക്കെ പോരാട്ടം സഹിച്ചായത് നിന്നത്. നമ്മളെ നിന്ദിക്കും അല്ലേ? കമ്മലും മാലയെല്ലാം ഒന്നുമില്ല. ആൾക്കാർ ചിലർ നിന്ദിക്കും. നമ്മൾ ആ ബസ്സിൽ കയറുമ്പോഴും വഴി നടക്കുമ്പോഴും ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴൊക്കെ ഇത് ഇട്ടവർ ചിലർ, എല്ലാവരുമല്ല, ഇടാത്തവരെ കാണുമ്പോൾ ഒരു നോട്ടമൊക്കെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ആ നോട്ടം?
ഇപ്പോഴങ്ങനെ വലിയ നോട്ടം ഇല്ല. സ്തോത്രം. പണ്ടൊക്കെ മീശ പഠിച്ചവരെ കാണുമ്പോൾ ആക്ഷേപിക്കും. ഇതുപോലെ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാ പോകുന്നെങ്കിൽ ചിലരെ ആക്ഷേപിക്കും. അങ്ങനെയൊക്കെ നിന്ന ആക്ഷേപം, അപമാനം ഇതൊക്കെ സഹിച്ചാ നിന്നത്. സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചു. ഈ മാർഗത്തിൽ വന്നപ്പോൾ വസ്തു ഭാഗോടമ്പടി ചെയ്തിട്ട് കിട്ടാത്തവരുണ്ട്, കൊടുത്തില്ല. പെന്തിക്കോസിൽ പോയത് കൊണ്ട് തുള്ളാൻ നടക്കുകയല്ലേ, തുള്ളി മേടിച്ചോളാൻ. പക്ഷെ അവരെ ആരെയും ദൈവം കൈവിട്ടില്ല. അവരെ ആരെയും ദൈവം കൈവിട്ടില്ല. അവരെ അവരുടെ സന്തതികളെയൊക്കെ ദൈവം ഉയർത്തി. അതാ നിങ്ങൾ പൂർവ്വകാലം ഒന്ന് ഓർക്കണം. എബ്രായ ക്രിസ്ത്യാനികളോട് പൗലോസ് പറയാ, പൂർവ്വകാലം, പഴയകാലം. നമ്മളും പഴയകാലം ഒന്ന് ഓർത്ത്. മദ്യപിച്ച് ലക്ക് കെട്ട് എന്ത് നാശനഷ്ടം ഉണ്ടാക്കിയതാ നീ മുൻകാലത്ത്. ഇപ്പൊ എത്ര മര്യാദരാമനായിട്ടാ വന്നിരിക്കുന്നത്. പൂർവ്വകാലം ഒന്ന് ഓർക്കണം. പണ്ട് എന്തേലും വർത്താനം പറഞ്ഞാൽ തെറി കൂട്ടിയാ വർത്താനം മറുപടി പറയാനെ. ബേച്ച എവിടെ പോകുന്നു, പോകുന്ന സ്ഥലം പറയും, അത് തെറി കൂട്ടിയാ പറയുന്നത്. എല്ലാവരും അല്ല, ചിലര്. ഇപ്പം ബേച്ച എവിടെ പോകുന്നു, സ്തോത്രം, ഞാൻ ഇവിടെ പാലോട് വരെ പോവാ, സ്തോത്രം. ഉണ്ടോ പരുവക്കേടായത്? മാറിയുണ്ടോ? അപ്പൊ പൂർവ്വകാലം ഒന്ന് ഓർക്കണം. നിന്നെയും ആക്ഷേപവും അപമാനവും പീഡകളും കൂത്തുകാഴ്ചയും ഒക്കെ സഹിച്ചാ നിന്നത്. ദൈവമക്കളോട് ഇന്ന് രാത്രി ഒരു കാര്യം പറയും, നാം നമ്മുടെ പൂർവ്വകാലം ഒന്ന് ഓർക്കണം. ഈ ചിലര് ഈ പൂർവ്വകാലം ഓർക്കത്തിൽ ഇപ്പോൾ അവർക്ക് അവരുടെ ഇപ്പോഴത്തെ ആ നന്മയും അനുഗ്രഹവും ഒക്കെ ദൈവം കൊടുത്തു. അപ്പൊ പൂർവ്വകാലം ചിലര് മറന്നു പോകും. ഒന്ന് ഓർത്തേ, പൂർവ്വകാലം. പട്ടിണി കിടന്ന കാലം എന്തും വേണ്ട സമയം വെച്ച് വിളമ്പി കൊടുത്തിട്ട് അമ്മയ്ക്ക് കഴിക്കാനില്ല, ആ കഞ്ഞിയും പറ്റും വെള്ളവും കുടിച്ചേണ്ട് കിടന്ന സമയമുണ്ട്. പഴയ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിളമ്പി വരുമ്പം ഇല്ല, അപ്പം അതിഥികൾ കേൾക്കാതിരിക്കാൻ തവി കൊണ്ട് കോരുമ്പം ശബ്ദം കേൾക്കും. ആ തവി അങ്ങ് മാറ്റി വെച്ച് കൈകൊണ്ട് വാരി തവിക്കകത്തിട്ടേച്ച് അതുകൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള പൂർവ്വകാലമുണ്ട്. കിടക്കാൻ പായുണ്ടോ, പുതയ്ക്കാൻ ബെഡ്ഷീറ്റുണ്ടോ, എല്ലാം കൂടെ ഒരു പുതപ്പാ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് കാലം, ഇപ്പോൾ പറഞ്ഞാൽ പിള്ളേർക്ക് അറിയത്തില്ല, പണ്ട് കാലത്ത് 8ഉം 10ഉം പിള്ളേരാ. ബെഡ്റൂമൊന്നുമില്ല, ആനവായം വരെയാ, നെടുനീളം. ഒരു വാതില്, സമാഗമന കൂടാരം പോലെ. ആ അകത്തോട്ട് കയറി ആള് പോലെ കിടക്കുകയില്ലയോ. അങ്ങേയറ്റത്ത് 3 കല്ല് കൂട്ടിയ ഒരു അടുപ്പ്, അതിനകത്ത് ഒരു പൊട്ടക്കലം, വങ്ക് പോയ ഒരു പൊട്ടക്കലം, പിന്നെ വേറൊരു കലം കിഴിഞ്ഞു, അതിനകത്ത് തുണി തിരികേറ്റിരിക്കുക. തുണി നിങ്ങൾ അറിയത്തില്ല അല്ലേ? തുണി. നിങ്ങളെല്ലാം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് വന്ന പെണ്ണുങ്ങളാണല്ലോ. എല്ലാം അവിടെ നിന്ന് വന്നതാ. അശ്വതി തിരുനാൾ ലക്ഷ്മി ബാഗയുടെ അനിയത്തിയാ വന്നിരിക്കുന്നത്. മംഗലം അറിയാൻ മേല, അത് പൊട്ടിയപ്പോൾ തുണി തിരികെ കയറ്റിയതും. തള്ള അഹങ്കരിക്കാതെ മര്യാദയ്ക്ക് മറുപടി പറ. ഞാൻ തമാശ പറഞ്ഞതല്ല. ഒരു അതിഥി വീട്ടിൽ വന്നാൽ അവർക്ക് ഓപ്പണായിട്ട് പറയാം, നല്ലൊരു കപ്പില്ല ചായ കൊടുക്കാൻ. അന്ന് വയറ് നിറച്ച് കഴിക്കാൻ കിട്ടാതെ ഭാരപ്പെട്ട ദിവസങ്ങളുണ്ട്. നല്ല വസ്ത്രമില്ലായിരുന്നു. പള്ളിക്കൂടത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കൊടുക്കാൻ ഫീസില്ല. ചേട്ടാനിയന്മാർ 4-5 പേരുള്ള വീട്ടിൽ ചിലപ്പം ഇട്ടുമാറാൻ ഷർട്ട് കാണുകയില്ല. ഞാൻ എപ്പോഴും പറയും, ചേട്ടൻ ഷർട്ട് കഴുകി തേച്ചിട്ടേച്ച് അവൻ കുളിക്കാൻ പോയപ്പോൾ ആ തക്കം നോക്കി അനിയൻ അതിട്ടുകൊണ്ട് പോയി. അവൻ കുളിച്ചേച്ച് തോർത്ത് വിട്ടു വന്നപ്പോൾ അവനെ ഷർട്ട് കാണുന്നില്ല. അവൻ ചോദിച്ചു, അമ്മേ ഷർട്ട് എന്തിയേ? ഞാൻ കണ്ടില്ല, ഞാനിപ്പോൾ ഷർട്ട് ഇടുന്നില്ലല്ലോ, ഞാനിവിടെ തേച്ചിട്ടത്. എന്നാ തങ്കച്ചൻ കൊണ്ടുപോയി കാണും അനിയൻ. പിന്നെ ഞാൻ എന്നാ ഇട്ടുകൊണ്ട് പോകും? നീ പഴയതേതിൽ ഇവിടെ, അവൻ നിന്റെ അനിയനല്ലേ, പോട്ടെ. ചില ചേട്ടന്മാർ അതൊക്കെ അനുഭവിച്ചവരുണ്ട് അനിയന് വേണ്ടി. അനിയൻ്റെ സ്വഭാവം ഇപ്പം അനിയത്തി വന്നപ്പോൾ ചേട്ടനെ കണ്ടുകൂടാ. അവളിങ്ങനെ തലകണം വന്നിട്ട് അയാളോട് മിണ്ടിയാ, നീയൊക്കെ എന്നെ അറിയാം, നീ വന്നപ്പോൾ മുതൽ അവന് കുരുക്കൊപ്പിച്ച് കൊടുക്കുക. നിന്റെ ഭർത്താവിനെ നന്നായിട്ട് അന്വേഷിച്ച ചേട്ടനാ, അപ്പൻ്റെ സ്ഥാനമാണ്. കുരുക്കൊപ്പിച്ച് കൊടുക്കരുത്. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ, അങ്ങനെ കുരുക്കൊപ്പിക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യമാണ്. അങ്ങനത്തെ പെണ്ണുങ്ങൾ ഏതേലും ഇവിടെ വന്നിട്ടുണ്ട്, നിന്റെ കാര്യമാണ്. പേരറിയാതെ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞാണ്. വേണ്ടേ, ബഹുമാനിക്കണ്ടേ?
മാതാപിതാക്കളെ ബഹുമാനിക്കണ്ടേ? മക്കളെ ശുശ്രൂഷിക്കണ്ടേ? അവരെ സംരക്ഷിക്കണ്ടേ? പൂർവ്വകാലമൊക്കെ ഓർത്തേ. പണ്ട് കാലത്ത് രാവിലെ സ്കൂളിൽ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ കഴിക്കാനൊന്നും കാണുകയില്ല, വിശന്ന് പോയവരുണ്ട്, ഇല്ലേ? ഉണ്ട്. ഉച്ചയ്ക്കും ചിലപ്പം ഭക്ഷണമില്ല. ചിലർക്ക് സ്കൂളിൽ നിന്ന് കിട്ടും, ചിലർക്ക് ഇല്ല. മറ്റു പിള്ളേരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങ് ദൂരെ മാറി മരത്തിൻ്റെ ചോട്ടിലോ അല്ലെ വഴി കൂടൊക്കെ നടന്നു പോയവരുണ്ട്. 4 മണി വിട്ട് വളരെ ഭാരത്തോടെ വന്നവരുണ്ട്. ഇച്ചിരി കിട്ടുമെന്നോർത്ത് വീട്ടിൽ വന്നപ്പോൾ അതുമില്ല. വീട്ടിൽ ജോലി പിടിപ്പതുണ്ട്, പുല്ല് പറിക്കാൻ പോച്ച പറിക്കാൻ പോകണം, വീട്ടിലെ കാര്യം നോക്കണം, പെൺപിള്ളേർക്ക് പിടിപ്പത് പണിയുണ്ട്. പിന്നെ ചിലപ്പോൾ ആ രാത്രി കഞ്ഞിയൊക്കെ വെച്ച് കാലമാകുമ്പം അതും യഥേഷ്ടം ഒന്നും കിട്ടുകയില്ല. അങ്ങനെയൊക്കെയാ പലരും ജീവിച്ചു വന്നത്. പൂർവ്വകാലം ഓർക്കണം. ഒരു നല്ല ചെരുപ്പില്ലായിരുന്നല്ലോ, ഇപ്പം എത്ര ജോഡിയുണ്ട്? സത്യം പറ. ഒരു ജോഡി ചെരുപ്പ് പോലും കല്യാണത്തിന് വല്ലതും പോകുമ്പോൾ അപ്പുറത്തെ അമ്മ ആ ചെരുപ്പ് ഇങ്ങോട്ട് വരാം, ഞാൻ കല്യാണത്തിന് പോയിച്ച് വന്ന്. ഞാൻ തമാശ പറഞ്ഞതല്ല. തങ്കമ്മ ആ ചെരുപ്പ് ഇങ്ങോട്ട് വാ, എനിക്ക് കല്യാണമുണ്ട്. എന്നാൽ തങ്കമ്മ എനിക്ക് ആശുപത്രിയിൽ പോകേണ്ടതാ, ഞാൻ 2 മണിയാകുമ്പം വരും, അന്നേരം ചെരുപ്പ് അങ്ങ് 2 മണിക്ക് വന്നോണം. വരാം. അതും വലിയ വിലയുള്ളതല്ല, പാരകണ്ണിൻ്റെ ചെരുപ്പ്. അതിട്ടുകൊണ്ട് ബസ്സേ കയറാൻ ഓടിയപ്പോൾ വള്ളിയും പൊട്ടി. വള്ളി പൊട്ടി. പിന്നെ വള്ളി പൊട്ടി. കല്യാണത്തിന് ഒരു ചെരുപ്പ് കക്ഷത്തി വെച്ച്, ഒരു ചെരുപ്പ് ഓക്കെ. ഞാൻ തമാശ പറഞ്ഞതല്ല. അവിടെ ചെന്ന് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്ന് 50 പൈസയ്ക്ക് കടയിൽ കയറി വള്ളി മേടിച്ച് ഇവിടെ കൊണ്ട് കൊടുത്തില്ലാത്തുള്ള ഒതുങ്ങുമോ? അല്ല, പൂർവ്വകാലം വന്ന് ഓർക്കുന്ന നല്ലതാ. എല്ലാവരുടെയും കാര്യമല്ല, പക്ഷെ അനുഭവിച്ചത് ചിലപ്പോൾ ഇതിനകത്ത് കാണും. ഇപ്പൊ എത്ര ജോഡിയുണ്ട് ഇതിനൊക്കെ? അടുക്കളയിലിടാൻ ഒന്ന്, മുറ്റത്തൊട്ടിറങ്ങാൻ വേറൊന്ന്, ബാത്റൂമിലിടാൻ ഒന്ന്, ബെഡ്റൂമിലിടാൻ ഒന്ന്, കല്യാണത്തിനിടാൻ ഒന്ന്, സഭായത്തിനിടാൻ. നല്ല കാര്യം, പക്ഷെ പൂർവ്വകാലം മറക്കരുത്. നീ കടന്നു വന്ന മേഖലയൊന്നും മറക്കരുത്. ഞാൻ മാന്യ സഹോദരിമാരോട് പറയാ, ഒരു നല്ല സാരി ഉണ്ടെങ്കിൽ ഉടുത്തോണ്ട് മാസയോത്തിന് പോയാൽ കൊള്ളാന്ന് ചിന്തിച്ചില്ലേ ചിലര്? ഇപ്പൊ എത്ര എണ്ണമുണ്ട്? ഇതൊക്കെ പൂർവ്വകാലം വന്ന് ഓർക്കേണ്ട നല്ലതല്ലേ? അല്ല, പൂർവ്വകാലത്തോട് ഞാൻ പറയാ, ഈ എന്തിനാ ഒത്തിരി പോകുന്നത്? ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ ഓർത്തെ. കോവിഡിന്റെ സമയം ഒന്ന് ഓർത്തെ. പുറത്തിറങ്ങാനൊത്തോ, മിണ്ടാനൊത്തോ, സ്വന്തം ഭാര്യ പടഞ്ഞു മരിക്കുക, നോക്കി നിൽക്കുക, അടുത്ത് ചെന്ന് ഇച്ചിരി വെള്ളം പോലും എടുത്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. കൂടെ ജീവിച്ചവളാ, ശുശ്രൂഷിച്ചവളാ. ശ്വാസം കിട്ടാതെ വെപ്രാളപ്പെട്ട് മരിക്കാൻ പോവുക, അപ്പുറത്തെ മുറി നോക്കി നിൽക്കുക, അല്ലെങ്കിൽ ICUയിൽ വെന്റിലേറ്റർ കിടക്കുക, ഒന്നും ചെയ്യാൻ മേല. ഇറ്റ് വെള്ളം പോലും എടുത്തു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം അന്നോർത്തെ. ഒരു അന്ത്യചുംബനം കൊടുക്കാൻ ഒത്തില്ലല്ലോ ചിലർക്ക്. അതിനൊക്കെ നമുക്ക് ഖേദമുണ്ട്. അല്ല, പിന്നൊരു കാര്യമുണ്ട്, സ്നേഹിക്കാത്ത ആൾക്കാർ പിന്നെ ചത്ത് കഴിയുമ്പം ഉമ്മ കൊടുക്കാതിരിക്കുന്നതാ. പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ മുഴുവൻ ടോർപ്പോട്ടയും പാരയും വെച്ച് നാട്ടുകാരെ കാണിക്കാൻ ഇപ്പോൾ മാസ്റ്റർമാർ പറയും, ഇപ്പോൾ അന്ത്യചുംബനത്തിനുള്ള സമയം. തള്ളയെ നല്ല വെള്ളം കൊടുക്കാതിരുന്ന മരുമകൾ ചുമ്മാ കള്ളത്തരം വിളച്ചലുമല്ല. ഈ തള്ളയ്ക്ക് അവൾ വെള്ളവും കൊടുത്തിട്ടില്ല, തള്ളയോട് മാന്യമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാത്ത അവളാ നാട്ടുകാരെ കാണിക്കും. ഉമ്മ കൊടുക്കുമ്പോൾ മീഡിയക്കാരനെ നോക്കിയാ കൊടുക്കുന്നത്, ഒക്കുന്നുണ്ടോന്ന്. അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. എടാ, ജീവിച്ചിരിക്കുമ്പോൾ ചെന്ന് അമ്മയുടെ അപ്പൻ്റെയും കവളിൽ 2 ഉമ്മ കൊടുത്താൽ അവർക്ക് മനസ്സിലായി മകൾ ഉമ്മ തന്നല്ലേ, മോൻ ഉമ്മ തന്നു. അവർക്കും മനസ്സിലാകും. തണുത്ത് മരച്ച് കിടക്കുന്നത് കവളെ കൊണ്ട് ഉമ്മ കൊടുത്തിട്ട് ആരെ കാണിക്കാനാ? ഒരു പ്രയോജനവുമില്ല. പിന്നെ കുറെ ഫോട്ടോ കിട്ടും. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. ജീവിച്ചിരിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്ക് നാഴി അരി കൊണ്ട് കൊടുത്താൽ അത് കഞ്ഞി വെച്ച് കുടിക്കും. മുളകുടച്ചതാണെങ്കിൽ മുളകുടച്ച് പ്ലാവല കോട്ടിയാണെങ്കിലും കോരി കുടിക്കും, ചൂടുകഞ്ഞി. ജീവിച്ചിരിക്കുമ്പോൾ നാടി അരിക്ക് ഉപകാരമില്ലാത്ത നീ ആ ചത്ത് കിടക്കുമ്പം അപ്പനെയും അമ്മയും ചത്ത് കിടക്കുമ്പം കൊണ്ട് അന്തും ബിന്ദും മാറിയിട്ട് പിന്നെ 40-നും 16 നല്ല പേശ ചോറും നല്ല ഊണുമല്ല. എന്തിന്? അതാ പറഞ്ഞാ കറക്റ്റ്. ജീവിച്ചിരിക്കുമ്പോൾ നാടി അരി കൊണ്ട് കൊടുക്ക്, അതുങ്ങൾ കഞ്ഞി വെച്ച് കുടിക്കുകയല്ലേ. അന്നേരം വീട്ടിലും കയറുകയല്ല, നാടി അരിയും കൊടുക്കുകയല്ല, മിണ്ടുകയല്ല, മൃങ്ങലിക്കുകയല്ല.
അപ്പനും അവൻ ചത്ത് കഴിയുമ്പോൾ നാട്ടുകാരെ എല്ലാം വിളിച്ചു വെച്ച് നാട്ടുകാർ പറഞ്ഞു, നല്ല ഊണായിരുന്നു കേട്ടോ, ആ മുരിങ്ങക്കോലിൻ്റെ വലിപ്പം ഞാൻ ചീമ്പി എൻ്റെ ഊപ്പാട് വന്നു. എന്തിനാടാ ഇങ്ങനെ ചീമ്പുന്നത്? മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഇത് ചെയ്യണ്ടേ? ഞാൻ നിർത്തണോ അതോ ഇച്ചിരൂടെ പറയണോ? പറ, നിങ്ങൾ പറ. എന്നാ പറയാനൊക്കെ എനിക്കറിയാം, ഞാൻ പറയാം. ദൈവത്തിന് മഹത്വം. ജീവിച്ചിരിക്കുമ്പോൾ മാന്യമായിട്ട് ഇടപെട്, ജീവിച്ചിരിക്കുമ്പോൾ ബഹുമാനിക്കുക. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് കൊടുക്കുക അമ്മയ്ക്ക്. അമ്മ കുളിച്ചു തോർത്തും, ഇല്ലേ അമ്മയാണെ മാറ് മറയ്ക്കും. വേണ്ടേ? വലിയൊന്നും വേണ്ട, 30 രൂപ അല്ലെ 40 രൂപ അല്ലെ 50 ആയിക്കോട്ടെ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തോർത്തൊരു ഒരു തൂവാല പോലും നീ കൊണ്ട് കൊടുക്കുകയല്ല. ചത്ത് കഴിയുമ്പോൾ നീ നെഞ്ചത്ത് കൊണ്ട് കോടി ഇട്ടിട്ടാണ് എടുക്കാനാ? എന്തിനാ? ചുമന്നതും മഞ്ഞയും നീലയും കടും കളറും എല്ലാം ഇട്ടച്ച് കോടി ഇടുക. എന്തിനെങ്ങനെ ഇടുന്നത്? എടാ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു തൂവാല കൊണ്ട് കൊടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? മോനെ, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ചത്തിക്കഴിഞ്ഞിട്ട് ചെയ്തിട്ട് ഒരു ഗുണവുമില്ല. മരിച്ചവരും അവനെ നിറഞ്ഞ ആരും യഹോവയെ സ്തുതിക്കുന്നുമില്ല. ധൂള് നിന്റെ നാമത്തെ സ്തുതിക്കുമോ എന്നാ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? ഇല്ല. പൊടി പണ്ടായിരുന്നത് ഭൂമിയിലേക്ക് തിരികെ ചേരും. ജീവിച്ചിരിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയല്ല. എന്നുവെച്ചാൽ പ്രത്യേക ചടങ്ങ് വരുമ്പം തൂഷണിനെ വെട്ടി അങ്ങോട്ട് ഇട്ടിരിക്കുക. അത് അച്ചായം വരുമെന്ന്. എവിടുന്ന് വരുമെന്ന്? അച്ചായം വരുമെന്ന്. എന്നതിന്? എടാ, ജീവിച്ചിരിക്കുമ്പോ ഇത്രയും കൂട്ടാനും സാധനവും വേണ്ടായിരുന്നല്ലോ. എന്നെ നിങ്ങളല്ലേ എന്നെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ പ്രസംഗിക്കുന്നേ. ഞാൻ മുമ്പേ ചോദിച്ചാ നിർത്താന്ന്. ജീവിച്ചിരിക്കുമ്പോ ചെയ്യേ, അതല്ലേ നല്ലത്. ദൈവത്തിന് മഹത്വം. പൂർവ്വകാലം ഒന്ന് ഓർക്കുന്ന നല്ലതാ. ആ കോവിഡിന്റെ സമയത്ത് എന്ത് ഭാരപ്പെട്ട് പുറത്തിറങ്ങാൻ പറ്റുമോ? യാത്ര ചെയ്യാൻ പറ്റുമോ? അപ്പുറത്തെ വീട്ടിലോട്ട് ചെല്ലാൻ പറ്റുമോ? ചിലരെന്നാലും പണ്ടൊക്കെ പറഞ്ഞ് കേരളം കൊള്ളുകയല്ല, കേരളം ഇതുപോലെ കൊള്ളുകയല്ല. കോവിഡിന്റെ ഇതെല്ലാം കേരളത്തിലോട്ട് വരുമായിരുന്നു. കൊള്ളുകയെന്ന് പറഞ്ഞവനല്ല. അപ്പൊ ഒരാളോട് ചോദിച്ചു, എൻ്റെ മാതൃരാജ്യമല്ലയോ? എന്നാ അവിടെ അങ്ങ് വെന്റിലേറ്റർ ഇല്ല, ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരിക. പേപ്പർ വായിച്ചതല്ലേ? നിങ്ങളാരും പേപ്പർ ഒന്നും വായിച്ചല്ലേ? മറ്റു സ്ഥലങ്ങളിലെ വെന്റിലേറ്റർ കിടക്കുക. മറ്റവനെ ആദ്യം കിട്ടാൽ ഇവന് മാറ്റി വെച്ച് വേണം മറ്റവനെ കയറ്റാൻ. ഇവനെ മാറ്റുമ്പോൾ അവൻ തീർന്നു. അതിനെല്ലാം ഇങ്ങോട്ട് ഓടി വന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ പരന്നു. അല്ല, ഞാൻ പറഞ്ഞതേ, കണ്ടതല്ലേ ഇതെല്ലാം? അല്ലേ? അഹങ്കാരികളെയൊക്കെ നമ്മൾ കണ്ടതല്ലേ? ഞാൻ ദാരാസിംഗിന്റെ അനിയനാന്ന് പറഞ്ഞവൻ ആണ്ട അമ്മി. നമ്മള് അച്ചായനോട് കണ്ടതല്ലേ ഇതെല്ലാം? പൂർവ്വകാലം ഒന്ന് ഓർക്ക. അല്ലേ? ആ സമയത്താണ് ആർക്കും ആശുപത്രിയിലും പോകണ്ട. പിടിച്ചു വലിച്ചാൽ പോലും ഒരെണ്ണം ആശുപത്രി. മറ്റേതെന്നും തള്ളയൊരു കൂടിന്റെ കുടുംബിക്ക് പിടിച്ച് രാവിലെ ആശുപത്രിയിലോട്ട് പോക്കാം. എന്നും എവിടെ പോകുന്നു കൊച്ചമ്മേ? ആശുപത്രി പോവുക. കുടുംബത്തിരിക്കുകയല്ല. കോവിഡിന്റെ ആ സമയത്ത് അമ്മ ആശുപത്രി, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്തോ കുഴപ്പം? പൂർവ്വകാലം ഒന്ന് ഓർക്കണ്ടേ? എന്ത് ബുദ്ധിമുട്ടി നമ്മള്. ഇതുപോലൊരു കൂട്ടായ്മ കൂടുമെന്ന് ചിന്തിച്ചതാണോ? നമ്മളെ കരുത്തുള്ളവർ, മിടുക്കന്മാർ, സേട്ടന്മാരൊക്കെ കടന്നു പോയില്ലേ? അവർ മഹാഭാവികളായതുകൊണ്ട് പോയതല്ല. ദൈവം അവരെ നേരത്തെ വിളിച്ചു, അതാ. പക്ഷെ ദൈവം നമുക്കിപ്പോഴും ആയുസ് തന്നു, ആരോഗ്യത്തോട് ഇവിടെ ഇരുത്തി. നമ്മുടെ കഴിവുകൊണ്ട് ഒന്നും നടക്കുകയല്ല. സ്തോത്രം.
പേപ്പർ വന്നതാ ഞങ്ങൾ കോട്ടയംകാർ ജയിക്കുമെന്ന്. കോട്ടയംകാർ റാന്നിയിലെ തന്തയും തള്ളേനും കോവിഡ് വന്നപ്പോൾ സുഖമാക്കി ഇങ്ങോട്ട് വിട്ടപ്പോൾ കോട്ടയത്തെ ഡോക്ടേഴ്സും കോട്ടയത്തെ ആൾക്കാരോട് അന്നേരാണ്ട് ഊടുപാട് കോട്ടയംകാർ കിടന്ന് കുഴയുന്നു. നമ്മളിത് കണ്ടതല്ലേ. നമ്മളെ കൊണ്ടൊന്നും നടക്കുകയല്ല. നീ ദൈവത്തിൽ ആശ്രയിക്കും. പൂർവ്വകാലം ഒന്ന് ഓർക്കണം. അതിനു മുമ്പ് വെള്ളപ്പൊക്കം വന്നല്ലോ. ഇവിടെ അത്രയും രൂക്ഷമല്ല, പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളപ്പൊക്കം. അയ്യോ എന്ത് പ്രശ്നമായിരുന്നു. ഒരു മണ്ണിന് കിടന്ന് നിലവിളിച്ച കണ്ടതല്ലേ. ചില ആൾക്കാർ പറയാറുണ്ട്, അമ്മമ്മേ എൻ്റെ മോളെ എല്ലാ ഭക്ഷണവും ഒന്നും കഴിക്കുകയല്ല, അവള് ചിക്കൻ അതും സ്റ്റിക്ക് വേണം. മോനും അങ്ങനെ തന്നെ, അവന് എല്ലാ ഫുഡും ഒന്നും കഴിക്കുകയല്ല. അവസാനം മോനും മോളും തള്ളയെല്ലാം കൂടെ മണ്ണ് തട്ടിപ്പറിക്കുന്നതുണ്ട്. ഒരു തള്ളയാണ് ഹെലികോപ്റ്റർ വന്ന് തള്ളയും തന്തയും കൂടെ അവർ തന്നെ പറഞ്ഞ വസ്ത്രമില്ലായിരുന്നുണ്ട്. ഏത് വസ്ത്രമാണെന്നൊന്നും ചോദിക്കരുത്, വാർത്ത കണ്ടതല്ലേ. വേഗം കിടന്നൊരു തള്ളയും തന്തയും കൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടിറക്കി. ടറസിന്റെ മണ്ട എന്ന ഹെലികോപ്റ്റർ എങ്ങാണ്ടിട്ട് കാണിച്ചത് അവരോർത്ത് കൊണ്ടുപോകാൻ രക്ഷപ്പെടുത്താനാണ്. മണ്ണം കണ്ട് കിട്ടുമെന്നോർത്താൻ കണ്ട അതല്ല, നേരെ കൊണ്ട് തിരുവനന്തപുരം ചൊല്ലി പറയണ്ടേ, അമ്മമ്മ ഞാൻ കാറില്ലാതെ എങ്ങും യാത്ര ചെയ്യത്തില്ല. അന്നേരം നാട്ട ഒരു തള്ള ഒരു മുടുത്ത ജമ്പിനകത്തിരിക്കുന്നു. ഞാൻ കണ്ടതാ, ആരാന്നൊന്നും എനിക്കറിയാമല്ല. ഒരു കനമുള്ളൊരു തള്ള ഒരു മുടുത്ത ജമ്പിനകത്ത് തള്ള ഇരിക്കുന്നു. നിങ്ങൾ കണ്ടതല്ലേ. അയ്യോ ഞാൻ തമാശ പറഞ്ഞതല്ല. അപ്പൊ കാറ് വേണ്ട, ജമ്പിനകത്തും. പിന്നെ കുറ്റം പറഞ്ഞതല്ല, മനുഷ്യന്റെ അവസ്ഥയായി പറഞ്ഞത്. ചെല്ലു പറയാറുണ്ട്, ഞാൻ എൻ്റെ കട്ടിലേലെ കിടക്കുള്ളൂ, അത് എനിക്ക് പ്രത്യേക കട്ടിലുണ്ട്. വെള്ളപ്പൊക്കം വന്നപ്പോൾ ആണ്ട ക്യാമ്പിൽ പോയി ബെഞ്ചേ കിടക്കുന്നത്, ഒന്ന് തിരിയാൻ പോലും ഒക്കുന്നില്ല. ഇത് കണ്ടതല്ലേ നമ്മള്. നിന്റെ പൂർവ്വകാലം നീ ഒന്ന് ഓർക്കണം. പൂർവ്വകാലം ഓർക്കണം. ദൈവം അവിടെ നിന്നെല്ലാം നിന്നെ വിടുവിച്ചു. ദൈവം നിനക്ക് ആയുസ് നൽകി, ദൈവം നിനക്ക് ആരോഗ്യം നൽകി, ദൈവം നിനക്ക് നന്മ നൽകി. നിന്നേക്കാൾ മിടുക്കന്മാർ, ശ്രേഷ്ഠന്മാർ, ഉന്നതന്മാർ, കഴിവുള്ളവർ, മിടുമിടുക്കന്മാർ മാറ്റപ്പെട്ടപ്പോൾ, മൺമറഞ്ഞപ്പോൾ, ഇന്ന് രാത്രിയിലും ഇവിടെ വന്നിരിക്കുവാനും ആയുസോടെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവം നിനക്ക് തന്ന സാവകാശമോർത്ത് കയ്യും കെട്ടി വായും പൂട്ടി ആളുകളെ ചെയ്തിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം നൽകുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുവീ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്ക. പ്രൈസ് ദി ലോർഡ്. പറവകൾ മൃഗജാതി ഇഴയുന്ന ജന്തുക്കളോ, പറവകൾ മൃഗജാതി ഇഴയുന്ന ജന്തുക്കളോ, രാജാക്കൾ മകുത്തുക്കൾ പ്രഭുക്കന്മാർ വംശക്കാർ, രാജാക്കൾ മകുത്തുക്കൾ പ്രഭുക്കന്മാർ വംശക്കാരെ. ആമേൻ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിനേ. മഹത്വമേ മഹത്വം തന്നാമത്തിനേ. ആമേൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാടും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൂർവ്വകാലം ഓർക്കണം. കഷ്ടതയും പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിന്ദകളും അപമാനങ്ങളും ആക്ഷേപങ്ങളും സഹിച്ചാൽ നീ ഇവിടെ വരെ വന്നത്. അത് മറന്നു പോകരുത്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവം നിന്നെ നിർത്തി, ദൈവം നിന്നെ പരിപാലിച്ചു, ദൈവം നിന്നെ സൂക്ഷിച്ചു, ദൈവം നിന്നെ വഹിച്ചു. അവൻ കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകന്മേൽ വഹിക്കുന്നത് പോലെ ദൈവം നിന്നെ സൂക്ഷിച്ചു. കോഴി തന്റെ കുഞ്ഞു കോഴിയെ എൻകാൻ തന്നെ തൻ കീഴിൽ വെച്ചു വളർത്തും മോദമായി. കോഴി തന്റെ കുഞ്ഞു കോഴിയെ എൻകാൻ തന്നെ തൻ കീഴിൽ വെച്ചു വളർത്തും മോദമായി. ഒഴിച്ചു സകല ജീവചിന്ത കടിച്ചു സമത പോരുമതിനാൽ, ഒഴിച്ചു
ജീവചിന്ത കടിച്ചു സമത്ത പോരും മതി വഴിക്ക് നിന്നാൽ വിളിച്ചു കൂവുന്നതിന്റെ ചിറകിൽ സുഖിച്ചു വസിക്കുവാൻ വഴിക്ക് നിന്നാൽ വിളിച്ചു കൂവുന്നതിന്റെ ചിറകിൽ സുഖിച്ചു എന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ഞാൻ എന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ പറക്കശീലം വരുത്താൻ മക്കളെ കഴുകൻ താൻ പുര മറിച്ചു വീണ്ടും കനിമു കൊണ്ട നിന്ന് പറക്കശീലം വരുത്താൻ മക്കളെ കഴുകൻ താൻ പുര മറിച്ചു വീണ്ടും കനിമു കൊണ്ടതിൽ പറന്നു താഴെ പതിച്ചെന്നോ നീ പിടച്ചു വീടാൻ തുടങ്ങുന്നേരം പറന്നു താഴെ തുടങ്ങുന്നേരം പറന്നു താണിട്ട് അതിനെ ചിറക് പകിച്ചു വീണ്ടും നടത്തും തള്ളയും പറന്നു താണിട്ട് അതിനെ ചിറക് പകിച്ചു വീണ്ടും നടത്തും തള്ളയും എന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധി എന്നു വന്നു ചേരും ഞാൻ എന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ നിനക്കിൽ ഭൂമിയിലെ സമസ്തമായ ആത്മക്ലേശവുമെന്നു ചൊല്ലുമോ നിനക്കിൽ ഭൂമിയിലെ സമസ്തമായി ആത്മക്ലേശവുമെന്നു ചൊല്ലും നിനക്ക് വാസ്തവം അറിഞ്ഞ് സാധു പരമതീയോടി പോകുന്നു എന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ എന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ പരമയർത്ത് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം നിന്നെ ഇതുവരെ സൂക്ഷിച്ചു പരിപാലിച്ചു പൂർവ്വകാലം മറക്കരുത് ഇത് ചിലരെ പൂർവ്വകാലമെല്ലാം മറന്ന് ഇപ്പോഴത്തെ അഹങ്കാരമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അഹങ്കാരികൾ ഒത്തിരി ഉണ്ട് ഇപ്പൊ പറഞ്ഞ വീടിന് സൗകര്യമില്ല ഇപ്പൊ എന്തോ ഉണ്ട് സൗകര്യം 3 ബെഡ്റൂമും കിച്ചണും വർക്ക് ഏരിയ ഒരു വർക്ക് നടക്കുന്നില്ലെന്നുള്ളതാ ഒരു കൊല്ലം മോര് കാച്ചി വെച്ചിട്ട് മാസം 1 ആയി അത് പിന്നെ ചൂടാക്കി പുള്ളിയും കുടിച്ചേച്ച് ഒരുമാതിരി പരിവക്കേടിലായിരിക്കുന്നേ ചപ്പാത്തി പോലും ഇപ്പൊ കടയിൽ കിട്ടും വീട്ടിൽ പോലും കുഴക്കുകയും പരത്തുകയും ഒന്നും അവിടെ നിന്ന് കൂടെ അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അതാണ്ട് കിടക്കുന്ന വേവി അവനും അത് പറിച്ച് കയറി തിന്ന് തമാശ പറഞ്ഞതല്ല എന്തോ വർക്കാണ് പിന്നെ എന്തിനാ വർക്ക് ഏരിയ ഒരു വർക്കും നടക്കുന്നില്ല സ്തോത്രം ശരിക്കും ജോലി ചെയ്യുന്നവർ കുറച്ച് ആൾക്കാരേ ഉള്ളൂ നമ്മൾ ചെന്ന് ചോദിക്കുക തങ്കമ്മ കറിയില്ലേ കറണ്ടില്ലായിരുന്നു അയ്യോ അതിനെ മൂലമറ്റത്തിൽ നിന്നാണോ കറി വരുന്നേ അവിടെ അല്ലേ പുറകോസ് ആ മൂലമറ്റം തൊടുപുഴയ്ക്കപ്പുറം പിന്നെ നമ്മൾ കറിയില്ലെന്ന് തിരുവനന്തപുരത്ത് ചോദിച്ചതിന് പറയാ കറണ്ടില്ലായിരുന്നെന്ന് എന്ന് പറഞ്ഞാൽ മിക്സി വർക്ക് ചെയ്തില്ല കറണ്ട് ഇല്ലാഞ്ഞതുകൊണ്ട് അതുകൊണ്ട് കൂട്ടാൻ ഇല്ല പണ്ട് കാലത്തെ അമ്മയ്ക്കൊക്കെ അവാർഡ് വിടും കല്ലേ വെച്ചാ അരയ്ക്കുന്ന അല്ലേ ആ തേങ്ങ തിരുമി അല്ലേ നന്നായിട്ടിരുന്ന് തിരുമി കല്ലേ വെച്ച് അരയ്ക്കുക കെട്ടിക്കൊണ്ട് വന്ന ഉടനെ കല്ലും പിള്ളേ എടുത്ത് തോട്ടിലോട്ട് എറിഞ്ഞു ഈ നാശം ഇരിക്കുന്നോണ്ടാ ആണെന്ന് കേക്കട്ടെന്ന് അവിടേക്ക് ഞാൻ ശരിക്കും ഏൽപ്പിച്ച അവിടെ നിന്ന് അതാ കല്ലേ വെച്ച് അരയ്ക്കണ്ടേ കല്ലേ വെച്ച് അരയ്ക്കുന്നില്ല എന്ന് വെച്ചാൽ വെളുപ്പിനെ ഭാര്യയും ഭർത്താവും കൂടെ പാലോടിന്ന് അടുത്ത സ്ഥലം ഏതാ പാലോടിനടുത്ത് പെരിങ്ങമല വെളുപ്പിനെ 5:30 ആകുമ്പോൾ തള്ള ഒരു സ്ക്രാപ്പും കെട്ടി അപ്പൻ്റെ കയ്യിലൊരു കുറുവടി തള്ള ആ തേങ്ങ വെച്ച് കല്ലയിൽ അരയ്ക്കായിരുന്നു ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് നീ ഇങ്ങനെ നടക്കണ്ട വല്ല കാര്യമുണ്ടോ വല്ല കാര്യം പട്ടിയും വരുന്നതിൻ്റെ പുറകെ വല്ല കാര്യമുള്ള കാര്യമാണോ ഒരു കാര്യം പറയാം പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്കണം നടത്തിയ വിധം ഒന്നും മറക്കരുത് ഞാൻ വേഗത്തിൽ നിർത്താം 1 പൂർവ്വകാലം 2 വർത്തമാനകാലം അത് മറക്കരുത് ഇപ്പോഴത്തെ കാലം ഇപ്പോഴത്തെ വർത്തമാനകാലം 35-ാമത്തെ വാക്യം വായിച്ചേ വർത്തമാനകാലം വായിച്ചേ 35 10:35 അല്ല പുസ്തകമെല്ലാം മടക്കി യോഗം നിർത്തുക എന്നോർത്താന്നോ
ഇവിടെ നമ്മൾ തുടങ്ങിയത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇപ്പോഴത്തെ കാലം നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കണം. നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പിന്നെ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സഹിഷ്ണുത ആവശ്യം. രണ്ട് കാര്യം, ധൈര്യവും സഹിഷ്ണുതയും. അത് വർത്തമാനകാലം. ഒരു ദൈവപൈതൽ ധൈര്യത്തോടെ നിൽക്കണം. രണ്ട്, ദൈവപൈതൽ സഹിഷ്ണുതയോടെ ജീവിക്കണം. ഒരു പ്രതിഫലമുണ്ട്. എടുത്തിയാടി ഒന്നും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത്. സഹിഷ്ണുതയോടിരിക്കണം. ഇയ്യോബിന്റെ സഹിഷ്ണുത നമുക്ക് മാതൃകയാണ്. 10 പിള്ളേരും മരിച്ചു, സമ്പത്ത് മുഴുവൻ പോയി, വേലക്കാരും എല്ലാം ദ്വേഷിച്ചു, അയൽക്കാർക്ക് നിന്ദനായി, വലിയ പോയവനും കയറി ആട്ടി പരിഹസിച്ചു. ഒടുവിൽ ശരീരം രോഗത്താൽ പിടിക്കപ്പെട്ട് ചൊറിച്ചിലും ചൊരണ്ടിയും ചൊറിഞ്ഞു ഇരിക്കുക, എല്ലാം നഷ്ടമാണ്. ഒടുവിൽ അമ്മാമ്മയും കാലുവാരി. നീ നിന്റെ പക്കത്തിൽ മുറുകെ പിടിച്ചോ, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ സഹിഷ്ണുതയോടിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവനെന്നെ കൊന്നാലും അവനെ തന്നെ കാത്തിരിക്കും. യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിക്കത്തില്ല. യോബ് ലജ്ജിച്ചില്ലല്ലോ. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായിട്ട് കൊടുക്കുക. സ്തോത്രം. തലമുറകളെയും ദൈവം കൊടുത്തു. നീ സഹിഷ്ണുതയോടിരിക്കണം. സഹിഷ്ണുത, ക്രിസ്തുവിന്റെ സഹിഷ്ണുതയാണ് നമ്മുടെ മാതൃക. അല്ലാ തെസ്സലോനിക്ക ലേഖനത്തിലും തിമോഥെയോസ് ലേഖനത്തിൽ പറഞ്ഞത് ക്രിസ്തുവിന്റെ സഹിഷ്ണുത. എന്തുവാ ക്രിസ്തുവിന്റെ സഹിഷ്ണുത? ആക്ഷേപിക്കുമ്പോഴും ഒന്നും മിണ്ടുന്നില്ല, പരിഹസിക്കുമ്പോഴും ഒന്നും മിണ്ടുന്നില്ല, പരിഹസിച്ചു തീർന്ന ശേഷം, അങ്ങനെ വാക്യം പറയാവുന്നതെല്ലാം പറഞ്ഞു, എതിരൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാന്നും തെറ്റാന്നും ഒന്നും മിണ്ടിയില്ല. അവസാനം മഹാപുരോഹിതന് വല്ല അരിഞ്ഞം കണ്ടത്, നീ എന്തേലും ഒന്ന് പറ, ഒന്നും മിണ്ടുന്നില്ല. രോമം കത്തിരിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ സഹിഷ്ണുത. ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോഴും എല്ലാവരും പറഞ്ഞ് തോറ്റു, തുന്നം പാടി, മരിച്ചു. വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും ചാടി. അന്നേരം പറഞ്ഞ് തീർന്ന്, ഇടപാട് തീർന്ന്, തോറ്റു. പക്ഷേ 3-ാം ദിവസം അവിടുന്ന് ഉയർത്തു. പ്രൈസ് ദി ലോർഡ്. സഹിഷ്ണുതയോടിരുന്നാൽ നിനക്ക് ദോഷമൊന്നും വരികയല്ല. ഒന്ന് ധൈര്യം തള്ളിക്കളയരുത്. ധൈര്യത്തോടെ നിൽക്കണം. നിന്നെ ആക്ഷേപിക്കും, പരിഹസിക്കും, അപമാനം പറയും, വിടക്കം നിന്നും ഒറ്റപ്പെടുത്തും. നിന്റെ ധൈര്യം ചോർന്നു പോകരുത്. നിന്നെ വിളിച്ചത് ദൈവമാണ്. കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. നിന്നെ അവൻ നശിച്ചു പോകാൻ അനുവദിക്കത്തില്ല. തൻ്റെ കുറുപുറാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കത്തില്ല. അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും, പാറമേൽ നിന്നെ ഉയർത്തും. ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നത്, യെശൂരൂന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനവൻ ആകാശത്തിൽ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശ്വാസത ഭുജമുണ്ട്. ദൈവം നിന്നെ പുലർത്തും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ധൈര്യത്തോടിരിക്കണം. ഞാൻ പെന്തിക്കോസിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഒരു പാമ്പ് പറഞ്ഞു, ഇയാൾ പെന്തിക്കോസിലാണെന്ന്. ഞാൻ പറഞ്ഞു, പെന്തിക്കോസില, മുടിഞ്ഞു പോവുകയുള്ളെന്ന്. ഞാൻ ചിരിച്ചേച്ച് സ്തോത്രം പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉപ്പാപ്പൻ തന്നെ എന്നെ കണ്ടേച്ച് പറഞ്ഞു, ഇയാളെ അനുഗ്രഹിക്കുന്ന കണ്ടിട്ട് എനിക്ക് വന്ന് തോന്നുക വരാൻ. അന്നേരം ഞാൻ സ്തോത്രം പറഞ്ഞു, വരാനും പറഞ്ഞു. നീ സഹിഷ്ണുതയോടിരിക്കുന്നതിനൊക്കെ ഒരു കുഴപ്പവും വരികയല്ല, നിന്റെ സന്തതിക്കും കുഴപ്പം വരികയല്ല. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നിന്നെയും നിന്റെ തലമുറയും ദൈവം ഉയർത്തും. ദൈവം ഉയർത്തുമെന്ന് ഒരു തർക്കവുമില്ലെന്നായി പറഞ്ഞത്. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. പ്രതിഫലം വിഭജിക്കുന്ന നാളിൽ നല്ലവനും വിശ്വസ്തനുമായി ദാസനെ ദാസിയെ എന്നുള്ള വിളി നീ കേൾക്കും. ഞാൻ ദീർഘമാക്കുന്നതിന്റെ വാക്കുകൾ നിർത്തുക. ഒന്ന്, പൂർവ്വകാലം ഓർക്കണം. 2, വർത്തമാനകാലം. ആ വർത്തമാനകാലം, ആ ധൈര്യം പോകരുത്, സഹിഷ്ണുതയോടെ നിന്നോണം. 3 ഭാവികാലം. ഭാവികാലം 37-ാം വാക്യം വായിച്ചു നിർത്താം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതാ ഭാവികാലം. സദൃശവാക്യത്തിൽ സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റി പല കാര്യങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ എടുത്തു പറയുക, അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂക്കും. സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റി ഒത്തിരി കാര്യമുണ്ട്. ഒന്ന്, അവൾ നന്നാ രാവിലെ ഉറക്കെ പറ, 8:30 ആയാലും പൊങ്ങുകയല്ല. ഊണന്റെ തീറ്റ് ചെന്നേച്ച് 8:30 ആയാലും എഴുന്നേക്കല്ല. 9 മണി ആകുമ്പോളാ മനമേ പക്ഷി ഗണങ്ങൾ. പക്ഷി സഖ്യപർവ്വതത്തിൽ നിന്ന് യാത്ര ചെയ്ത് അത് അറബിക്കടലും കഴിഞ്ഞ് അന്നേരം ഇവിടെ നിന്ന് പാടുക. ഇടിഞ്ഞാറല്ലേ? ഇടിഞ്ഞാറിൽ നിന്ന് പാടുക, മനമേ പക്ഷി
പക്ഷി കളിയാക്കി തടാ, ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റതാ, നീ ഉമ്മ പോത്ത് കിടക്കം പോലെ കിടന്നു വെച്ച്. അങ്ങനല്ലേ? മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തൂന്നി കിടന്നു. മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തൂന്നി കിടന്നു. മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെ മനമേ, മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെ മനമേ. മൃഗജാലങ്ങൾ ഉണരുന്ന സമയത്താണ് നീ കിടന്നത്. എന്നിട്ട് കന്ന് കിടക്കുമ്പോൾ അങ്ങ് മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തൂന്നി കിടന്നു. മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെൻ്റെ അന്നമ്മേ. ഉമ്മ കിടന്നങ്ങ് ഉറങ്ങുക. മനസ്സിലായോ? അത് രാവിലെ എഴുന്നേക്കണം. അപ്പൊ സാമർഥ്യമുള്ള സ്ത്രീയുടെ വിശേഷത, അവൾ നന്നാ രാവിലെ എഴുന്നേക്കണം. ഇത് 8:30 ആകുമ്പോളാ ഉണ്ടോ? നന്നാ രാവിലെ എഴുന്നേക്കണം. അബ്രഹാമും യോശുവായും എല്ലാം നന്നാ രാവിലെ എഴുന്നേറ്റു. ദൈവമക്കൾ നന്നാ രാവിലെ എഴുന്നേൽക്കും. പണ്ടൊക്കെ പെന്തിക്കോസുകാരുടെ വീടിന്റെ വാതൊക്കെ കൂടെ രാവിലെ പോയാൽ ഇങ്ങനെയുള്ള പാട്ട് കേൾക്കാം. സ്തോത്രം. അത് കേൾക്കണം, കേൾപ്പിക്കണം. തന്നെയല്ല, അവളെ പറ്റി അവൾ വീട്ടിലുള്ള എല്ലാവർക്കും ആഹാരം കൊടുക്കുവന്നാ. അങ്ങനല്ലേ? വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കും. കിട്ടിയതുവാ. സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റിയാ, ഞാൻ വിവരിക്കുന്നില്ല. അവള് കച്ചവടക്കപ്പല് പോലാന്ന. അങ്ങനെ എഴുതിയേക്കുന്ന അവള് കച്ചവടക്കപ്പല. ഇപ്പൊ കച്ചവടക്കപ്പലല്ല, പടക്കപ്പല. കാരണം മൊത്തം പീരങ്കിയ. അവൻ ഏത് വശത്തൂടെ വന്നാലും എന്ന് അവന്. അന്നേരം കച്ചവടക്കപ്പലല്ല, പടക്കപ്പലല്ലേ? ബോംബും. പടക്കപ്പലാകരുത്, കച്ചവടക്കപ്പല. ആ സ്ത്രീയെ പറ്റി പറയുക, അവള് ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകും. നമ്മുടെ ഭാവികാലം എന്താ? യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ദൈവമക്കളുടെ പ്രത്യാശ, ദൈവസഭയുടെ പ്രത്യാശ. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമന് പ്രത്യക്ഷപ്പെടാൻ പോകുക. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. യേശു വീണ്ടും വരും. എന്തിനാണെന്നറിയാമോ? തിരുസഭയെ ചേർക്കാൻ. ഏതാ തിരുസഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. രക്ഷിക്കപ്പെടണം. വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം. ആത്മാഭിഷേകം പ്രാപിക്കണം. നീ തിരുമേശ കിടക്കണം, വേർപാട് പാലിക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം. ദൈവത്തോട് മനുഷ്യരുടെ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കണം. ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് അവൻ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങണം. അങ്ങനെയുള്ളവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രതീക്ഷ. അവിടുന്ന് വേഗം വരും. അതിന്റെ ലക്ഷണങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും. അന്ത്യകാല ലക്ഷണം പൗലോസ് പറഞ്ഞല്ലോ. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവര്, ദൂഷകന്മാരും അമ്മയപ്പന്മാര്, അനുസരിക്കാത്തവര്, നന്ദി കെട്ടവര്, ഇന്ദ്രിയമില്ലാത്തവര്, ഭോഗപ്രിയന്മാരും എന്ന് വേണ്ട ഇതെല്ലായിട്ട് ഇങ്ങനെ നടക്കുക. യേശു വരാറായി. സ്തോത്രം. യേശു വരാറായി. തിരുസഭയെ ചേർക്കാറായി. നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. കർത്താവിന്റെ വരവിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞങ്ങ് നിർത്ത. ലക്ഷണം കർത്താവ് തന്നെ പറഞ്ഞു. സ്തോത്രം. നോഹയുടെ കാലം പോലെ ആകുമെന്ന്. ശിഷ്യന്മാർ എന്ന് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം, മഹത്വ പ്രത്യക്ഷതയോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പദവിഞ്ഞെടുക്കുക. നോഹയുടെ കാലം പോലെ. എന്തുവാ നോഹയുടെ കാലം? ഒന്ന്, പോതിച്ച പോലെ നടക്കുന്നു. പോതിച്ച പോലെ നടക്കുന്നു. 2, അനുസരിക്കുന്നില്ല. സ്തോത്രം. 3, ബഹുഭാര്യാത്വം. അതിൽ ലാമക്ക് 2 ഭാര്യമാരെ എടുത്തെന്ന. അങ്ങനല്ലേ? 2 ഭാര്യമാരെ എടുത്തു. പണ്ടിരിക്കെ പ്രസംഗിച്ചപ്പോൾ ഒരു കൊച്ചൻ ചോദിച്ചു, എടുത്തോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടുത്തെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ 2 കൂടെ എടുത്തെന്നല്ല, അതിന് 2 സ്ത്രീകളെ വിവാഹം കഴിച്ചു. പിന്നെ ഗുണ്ടായിസം.
ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ട് ആയുധം തീർന്നു. ഇതൊക്കെയാണ് നോഹയുടെ കാലം. വിറ്റും നട്ടും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും എടുത്തുമൊക്കെ അങ്ങ് ജീവിക്കുക. ദൈവവുമായിട്ട് ബന്ധമില്ല. ഇതുപോലെ കല്യാണത്തിന് ആർഭാടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേറെ ഏതേലും കാലത്ത്? എന്താ ആർഭാടമാ? വിവാഹം കഴിക്കണം, മാന്യമായിട്ട് കഴിപ്പിച്ചുകൊണ്ട് അതൊക്കെ അത്യാവശ്യമാണ്. അത് ചെയ്തേ ഒക്കുള്ളൂ. കീഴ്വഴക്കം അനുസരിച്ച് നാട്ടുകാരെ ക്ഷണിക്കുന്നവർക്ക് അതിഥികൾക്ക് മാന്യമായി ഇവരെ സൽക്കരിക്കണം. പക്ഷെ ഒത്തിരി സ്ഥലത്ത് അതിര് കടന്നു പോകുന്നു. നിങ്ങൾ വലിയ വലിയ കല്യാണത്തിന് തന്നെ ഓരോരുത്തരുടെ പ്രൗഢിയും പത്രാസും കാണിക്കുക. ഈ അടുത്ത കാലത്തൊക്കെ കല്യാണം നടന്നത് കണ്ടതല്ലേ? എന്തോ പ്രൗഢിയാ ആ ഏരിയയിലോട്ടൊരു കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും പ്രൗഢിയും പത്രാസും. നമ്മുടെ ആൾക്കാർ ഒട്ടും മോശമൊന്നുമല്ല. കാശില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പമ്മിയിരിക്കുക. അതെ, കാശ് കൈ കിട്ടുമ്പോൾ അറിയാം നിന്റെ തനി നിറം. ഇപ്പോൾ ഒന്നുമില്ലാത്തതുകൊണ്ട് അപ്പോ കാണുമ്പോൾ അറിയാം. 10 രൂപ നിന്റെ കൈ കിട്ട. ഇപ്പം അവനെ പമ്മിയിരിക്കുക. നമ്മളോർക്കും അയ്യോ പാവം സഹോദരൻ, അവൻ പാവമൊന്നുമല്ല, ഇപ്പം ഒന്ന് പരുവക്കേടായതുകൊണ്ട് ഇപ്പം പമ്മിയിരിക്കുക. ഇവൻ്റെ ചില കാശ് കിട്ടുമ്പം ബുള്ളറ്റ് എടുത്തിട്ട് പിടോന്നടിക്കും. ബസ് സ്റ്റോപ്പിൽ വലിയപ്പം താഴെ കിടക്കും. എൻ്റെ തനിനിറം അന്നേരം അറിയാം. എല്ലാം അങ്ങനെ. അഹങ്കാരം, തന്നിഷ്ടം, പിടിവാശി, സ്വസ്നേഹികള്, ദ്രവ്യാഗ്രഹികള്, വമ്പ് പറയുന്നവര്, ഇതെല്ലാം കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്. നോഹയുടെ കാലം ഞാൻ വിവരിക്കുന്നില്ല. വിറ്റും നട്ടും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും കഴിച്ചും പോകുക. ഇതിൻ്റെ നടുവിൽ യേശു വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിയുമ്പോൾ താമസിക്കുന്നില്ല. യേശു വരാറായി. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ അവൻ ദൈവം നിദ്ര കൊണ്ടുവരികയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവർക്ക് മുമ്പാകെയില്ല എന്ന് ആമേൻ സ്തോത്രം പറയുക. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. 2 കൂട്ടരും ഒന്നിച്ച് കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. സങ്കീർത്തനക്കാരൻ പാടുക, ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു വരുന്നത് പോലെ യേശുവിന്റെ വരവിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ച കോടി കോടി വിശുദ്ധന്മാർ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. പൗലോസ് പറയുക, ആമേൻ സ്തോത്രം. പക്ഷേ ഒരുവൻ മരിച്ചവൻ ഏതുവിധം ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളത്രേ. ദൈവമോ ഓരോന്നിന് അദ്ധത്തിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ് ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കുന്നു, ആത്മിക ശരീരം ഉയർക്കുന്നു. ഇന്ന് രാത്രി ഇതാ നമ്മുടെ പ്രത്യാശ. യേശു വീണ്ടും വരും, കാഹളം ധ്വനിക്കും. അവൻ മരിച്ചവർ അക്ഷയ ഉയർക്കും. ഈ പ്രത്യാശകളുള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. ആ പ്രത്യാശ 1 പൂർവ്വകാലം, 2 വർത്തമാനകാലം, 3 ഭാവികാലം. ഭാവികാലം ഓർത്ത് നമുക്ക് പുഞ്ചിരി തൂകാം. നമ്മുടെ സകല കഷ്ടതകളും പ്രയാസങ്ങളും പങ്കപ്പാടുകളും മാറിയപ്പോൾ യേശുവിന്റെ വരവിൽ സങ്കീർത്തനക്കാരൻ പാടുക, ഇത് വേഗം തീരും, ഞങ്ങൾ ഇവിടുന്ന് പറന്നു പോകും. പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കർത്താവിന്റെ പഴയ പാട്ടിന്റെ 2 ചരണം നമുക്ക് കൈയടിച്ചങ്ങ് പാടാം. എല്ലാവരും കൈകളടിച്ച് എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല, ഇരുന്നാ മതി. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ഇരുന്നുകൊണ്ട് പാടാം. അത്യാവശ്യം ഇറങ്ങി പോകേണ്ടവർക്ക് പോകാം. അപ്പോൾ എനിക്കൊന്ന് കാണുകയും ചെയ്യാം ആരൊക്കെയാ പോകുന്നെന്ന്. അപ്പോൾ ഇരുന്നുകൊണ്ട് കൈയടിച്ച് പാടി നമുക്ക് അങ്ങ് പിരിയാം. ദൈവത്തിന് മകത. മണ്ണിൽ ഉറങ്ങിടുന്ന ചുത്തിമാന്മാർ കാകേള കേൾക്കുന്ന മാത്രയിൽ മണ്ണിലുറങ്ങിടുന്ന. കൈയടിച്ച് സ്റ്റേജിലുള്ളവരുടെ മണ്ണിലുറങ്ങിടുന്ന ജ്യോതിമാന്മാർ കാഹളനാദം കേൾക്കുവാ മാത്രയിൽ പെട്ടെന്നുയർത്തു വാലിൽ ചേർന്നിടുമേ. പെട്ടെന്നുയർത്തു കൈയടിച്ച് ചേർന്നിടുമേ.
സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. ജീവനോടി ഭൂതലെ ആർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കും ആ നേരത്തിൽ. ജീവനോടി ആർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കും ആ നേരത്തിൽ. ഇത് പ്രത്യാശയോടെ സ്വരത്തോടുമാർപ്പോടും കൂടെ വിണ്ണോലകം പൂകും വിണ്ണോലകം പൂകും വിണ്ണോലകം പൂകും ദൂതർ തുല്യരായി വിണ്ണോലകം പൂകും വിണ്ണോലകം പൂകും വിണ്ണോലകം പൂകും ദൂതർ തുല്യരായി. അന്നിലുറഞ്ഞിടുന്ന ശുദ്ധിമാന്മാർ കാകേളനാഥൻ കേൾക്കുന്ന മാത്രയിൽ. മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാകേളനാഥൻ കേൾക്കുന്ന മാത്രയിൽ. പെട്ടെന്നുയർത്തോ വാനിൽ ചേർന്നിടുമേ പെട്ടെന്നുയർത്തോ വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. രാജത്വം പ്രാപിച്ചു ഭൂതലത്തിൽ 1000 ആണ്ടുവരൻ വന്നിടുമ്പോൾ. രാജത്വം പ്രാപിച്ചു പ്രത്യാശയോടെ കൈയടിച്ച് 1000 ആണ്ടുവരൻ വന്നിടുമ്പോൾ. ഓ ശത്രു സതാനെ ബന്ധിച്ചിരുന്നെന്ന് ശത്രു സതാനെ ബന്ധിക്കുമെന്ന്. വാണിടും ഭൂമിയിൽ വാണിടും ഭൂമിയിൽ വാണിടും ഭൂമിയിൽ രാജാതിരാജ്. വാണിടും ഭൂമിയിൽ വാണിടും ഭൂമിയിൽ വാണിടും ഭൂമിയിൽ രാജാതിരാജ്. കർത്താവുതർക്ക് തിരനാഥത്തോട് പ്രധാന ദൈവാദൂത ശബ്ദത്തോടോ. കർത്താവുതർക്ക് തിരനാഥത്തോടോ പ്രധാന ദൈവാദൂത ശബ്ദത്തോടോ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം പ്രത്യാശയോടെ ഓ കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇന്ന് രാത്രിയിലെ ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. നിങ്ങളെല്ലാവരും സഹകരിച്ചു. സമയം അല്പം മുമ്പോട്ട് പോയി. കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു, എല്ലാവർക്കും വണ്ടി ഉള്ളതാകൊണ്ട് ഇച്ചിരി സമയം എടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പം ആരും കുഴപ്പമില്ലല്ലോ. അപ്പം നിങ്ങളെല്ലാം സഹകരിച്ചു. എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഓർക്കുമ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓർക്കുമ്പോഴല്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മഹാകൃപയും നിങ്ങളെ പോലെ അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇതുവരെ നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാവരും പ്രാർത്ഥിക്കണേ, അപേക്ഷിക്കുക. അപ്പം ഇതുവരെ സഹകരിച്ചല്ലോ. 1 മിനിറ്റ് കൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ഇറങ്ങി പോകരുത്. ആ കരങ്ങളൊന്ന് ഉയർത്തി വീശി. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ. ഓ ഇന്നും കരമുയർത്തി വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.
യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ക്ഷണിച്ച കർത്തദാസന് ചുമതലപ്പെട്ടവർക്ക് നന്ദി.